കൈകൾ കൂപ്പി, കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മൗനമായി കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. ഈശോ തൻ്റെ വലതുകരം പൂപോലെ മൃദുവായും മഞ്ഞുപോലെ വെളുത്തതുമായ അവിടുത്തെ വലതുകരത്താൽ നമ്മളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളാണ് നീ ഏറ്റെടുത്തത്. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നീ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. എല്ലാം ഏറ്റെടുക്കുന്ന ദൈവമേ, നിന്നെ ആരാധിക്കുന്ന സ്വർഗീയമായ നിമിഷങ്ങളിലെ ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരുടെ കണ്ണുനീരിനെ, രോഗത്തെ, ഭാരത്തെ നീ ഏറ്റെടുത്തതിന് നന്ദി പറയുന്നു. അങ്ങയുടെ അമ്മ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധമായ അൾത്താരയിലെ സമയ ഘടികാരം നെഞ്ചി ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് ലോകത്തോട് ആവശ്യപ്പെട്ട സ്വർഗം ചുംബിച്ച ഈ വിശുദ്ധ മണ്ണിലെ അമ്മയുടെ കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മധ്യസ്ഥം യാചിക്കുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യരാണ് ഉടമ്പടി എടുത്ത് പോയിരിക്കുന്നത്. ഇന്ന് ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുന്നതും പൊടിതുക്കാൻ വന്നിരിക്കുന്നതുമായ എല്ലാവരുടെയും മേലും അമ്മയുടെ നീലമേലങ്കയിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് കണ്ണീരിൻ്റെ കാലത്ത് അവരെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ പുത്രൻ്റെ മേൽ ഫലമേൽപ്പിക്കണമേ. നിൻ്റെ പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ആബാ പിതാവേ, ഞങ്ങൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ വചനത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ ഏകപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരെയും സാക്ഷികളാക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കർത്താവേ നീ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് മർക്കോസിൻ്റെ 16:20 അനുസരിച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അങ്ങ് അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് നൽകിയ ഒരു ദിവസമാണ്. ഒരു വലിയ ബോധത്തോടു കൂടി നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാം. കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഒരു ആവാസവും അഭിഷേകവും ഉണ്ടാകണം. പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ ദാനവും വാഗ്ദാനവുമായ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വചനം സ്വീകരിക്കാനും അത് നിവൃത്തിയാക്കാനും സ്വർഗത്തിന്റെ സാക്ഷിയാകാനും എന്നെ ഉപകരണമാക്കണമേ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ വെളിച്ചം കാണുന്നു അല്ലേ? അച്ഛനെ കാണാമല്ലോ. ഇപ്പോൾ ഇവിടെ നല്ല പൂ പോലെ വെളിച്ചമാണ്. പിന്നെ നിങ്ങൾ കാറ്റ് ഏൽക്കുന്നു. ഈ ചൂടിന് അതൊരു സാന്ത്വനമാണ് അല്ലേ? പിന്നെ നിങ്ങൾ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ചെറിയ സ്വരത്തിലാണ് ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വലിയ സ്വരത്തിൽ അത് കേൾക്കുന്നു. അപ്പം ശബ്ദം, വെളിച്ചം, കാറ്റ് ഇതെല്ലാം നമുക്ക് അനുഭവിക്കുന്നു. നമ്മുടെ അനുഭവ രോഗമാണിത്. പക്ഷേ ഇതിൻ്റെയൊക്കെ എല്ലാം ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ചാലകശക്തി. എന്താണത്? കറണ്ടാണ്. കറണ്ടില്ലെങ്കിൽ എല്ലാം പോകും അല്ലേ? ഏതാണ്ട് ഇതുപോലെയാണ് എല്ലാ ദൈവിക ഇടപെടലിൻ്റെയും കറണ്ടെന്ന് പറയണത് പരിശുദ്ധാത്മാവാണ്. എല്ലാ ദൈവിക ഇടപെടലിൻ്റെയും കറണ്ട്, ശക്തി
പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ തന്നെ ഇപ്പം നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴും അത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉടമ്പടിയിലൂടെ നടക്കുന്നത്. ഹെവി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നടക്കാൻ, സാധാരണഗതിയിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത്. സാധാരണ കാര്യങ്ങളൊക്കെ നൊവേന, അതുപോലെ മറ്റു തരത്തിലുള്ള ഒത്തിരി പ്രാർത്ഥനകളില്ലേ നമുക്ക്, അതുകൊണ്ട് നടക്കും. പക്ഷേ അതെല്ലാം ചൊല്ലണ പ്രാർത്ഥനകളാണ്, അല്ലേ? ചൊല്ലുന്ന പ്രാർത്ഥനകളാണ്. ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. പിന്നെന്ത് പ്രാർത്ഥനയാണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഹെവി ഡ്യൂട്ടി ആകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു, വയനാട് നിന്ന്. അവരുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 6 കൊല്ലമായിട്ട് ഇവരുടെ മകൻ, അതിന് എന്തോ 6-7 വയസ്സുണ്ട്. ഈ മകൻ ഒരു പ്രത്യേക രോഗമാണ്. എന്താണ്? പെട്ടെന്ന് തെറിച്ച് പോയി വീഴും താഴെ. പെട്ടെന്ന് തെറിച്ച് പോകും. നിൽക്കണ നിപ്പിൽ ഇങ്ങനെ കറക്റ്റടിക്കണ പോലെ തെറിച്ച് പോയി വീണ് തലയൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ 3-4 സ്റ്റിച്ചൊക്കെ തലക്കുണ്ടാകും. തല കുത്തിയാണ് വീഴുന്നത്. ഇതൊരു പ്രത്യേക എപ്പിലെപ്സി തന്നെയാണ് സംഭവം. നമ്മൾ പറയുന്ന അപസ്മാരം തന്നെയാണ്. പക്ഷേ വേറൊരു സാധനം പറയും, കറക്റ്റടിക്കുന്ന പോലെ തെറിച്ച് പോയിട്ട് ആളവിടെ തന്നെ വീണ് കഴിഞ്ഞാൽ പിന്നെ ബോധം ഉണ്ടാകത്തില്ല. പക്ഷേ തലയൊക്കെ പൊട്ടി ചോര ഒലിക്കും. അപ്പോൾ ഇത് ഇവർ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഡോക്ടർ പറയണത് 6 കൊല്ലമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. ന്യൂറോ സർജന്മാരുടെ, വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജന്മാരുടെ ട്രീറ്റ്മെൻറ്റിലാണ്. പക്ഷേ ആശുപത്രിയിൽ ഞാൻ പറയണില്ല, അത് ശരിയല്ലല്ലോ. പക്ഷേ അവർ പറയണത്, ഇവരോട് പറഞ്ഞത് ഇതാണ്, സഹോദരി ഇതിൻ്റെ അകത്തുള്ള വിഷയത്തിലേ ഉള്ളൂ, ഇവൻ്റെ ഇ ജി ഒന്ന് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഓപ്പറേഷൻ ചെയ്ത് പരിഹരിക്കാം, അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റത്തില്ല. ഇ ജി കഴിഞ്ഞ 6 കൊല്ലത്തിനുള്ളിൽ 17 ടെസ്റ്റുകൾ നടത്തും. ഞാനിപ്പോൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്കറിയാവോ? ഉടമ്പടി ഹെവി ഡ്യൂട്ടി എടുക്കുന്ന പ്രാർത്ഥനയാണെന്ന് പറയാനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറയണത്. അതായത് ഈ 6 വർഷം കൊണ്ട് 17 ടെസ്റ്റ് ഇ ജി എടുക്കും ബ്രെയിൻ്റെ. ഇന്ന് വരെ ഒരു ടെസ്റ്റും ഓക്കെ ആയിട്ടില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവസാനം എന്താ വെച്ചാൽ ഒരു ഓപ്പറേഷൻ നിശ്ചയിക്കുക. അവസാനം ഒരു മാർഗ്ഗം, വേറെ ഒന്നും ഇല്ല, ഓപ്ഷനില്ല. പക്ഷേ അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ വേറെ ഹോസ്പിറ്റലിൽ പോയി അതേ ഡോക്ടർമാരോട്, അത്തരം സ്പെഷ്യലൈസേഷൻ ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഓപ്പറേഷൻ ഓക്കെ, പക്ഷേ കൊച്ചു തളർന്നു പോകാനും സാധ്യതയുണ്ട്. ഓപ്പറേഷൻ കഴിയും ബ്രെയിനല്ലേ വെട്ടിപ്പോളന്ന് നോക്കണത്. അത് അപ്പോൾ ഓപ്പറേഷൻ ഓക്കെ, അതേ ഒരു മാർഗ്ഗമുള്ളൂ. പക്ഷേ അതൊരു ലാസ്റ്റ് ഓപ്ഷനാണ്. ചിലപ്പോൾ കാഷ്വാലിറ്റി ഉണ്ടാവും, ചിലപ്പോഴത് തളർന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ വിഷമവൃത്തത്തിലാകും. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ കൂട്ടുകാരത്തി കൃപാസനത്തിൻ്റെ ഒരു മിറക്കിളിൻ്റെ ഒരു ലിങ്ക് ഇവർക്ക് ഷെയർ ചെയ്യും. അതാണ് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. അതാണ് ഞാൻ നിങ്ങളോട് പറയത്തില്ലേ, ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്ത് ഓൺലൈനിൽ കൂടുന്നവർ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൂടുമ്പോൾ അതപ്പം തന്നെ പ്രാർത്ഥിച്ച് ഷെയർ ചെയ്യണം. ആരുമൊക്കെ ചിലപ്പോൾ നിങ്ങളെക്കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് അതായിരിക്കും. കാര്യം നിങ്ങളുടെ കാര്യം ദൈവം ഏറ്റെടുക്കുമ്പോഴാണല്ലോ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കണത്. അല്ലെങ്കിൽ വിളിക്കത്തില്ലല്ലോ, വിളിച്ച് കളിയാക്കി വിടുമോ ദൈവം? നിങ്ങൾ അത് അത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളെ ഈ മണ്ണിലെ അമ്മ പ്രത്യക്ഷപ്പെട്ട് 10,000 സാക്ഷ്യം പറഞ്ഞിട്ടുള്ള, കുറഞ്ഞ കാലം കൊണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഈ മണ്ണിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചുവെന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക, നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങൾ പറയരുത് ഞങ്ങളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതാണ്, ആൻറ്റി വിളിച്ചിട്ട് വന്നതാണ്, അല്ലെങ്കിൽ അയൽവാസി വിളിച്ചിട്ട് വന്നതാണെന്നല്ല. അങ്ങനെ ഒന്നുമില്ല. അവരൊക്കെ നിമിത്തങ്ങളാണ്. ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉറപ്പാക്കാം ഈ വിഷയത്തിൽ തീരുമാനമായെന്ന്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ വന്ന് സാക്ഷ്യം പറയാൻ ദൈവം അനുവദിക്കും. പക്ഷേ അതല്ല, ദൈവം നിങ്ങളുടെ ജോലി ചെയ്യും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ജോലിയാണ്. അത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവരെങ്ങനെ ചെയ്തിരിക്കണത്? ഇവർ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് ഇവിടെ ഒന്ന് പോയി നോക്കുക.
മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. കുറേ ആൾക്കാരൊക്കെ ഒത്തിരി പേര് സൗഖ്യപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച ഈ കുട്ടിയെയും കൊണ്ട് ഇവിടെ വന്ന് ഓപ്പറേഷൻ നിശ്ചയിച്ച കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നു. ഞാനൊന്നും ഓർക്കണം കൂടിയില്ല എന്തുമാത്രം ആൾക്കാർ ഇതുവരെ വരണതാണ് എല്ലാ ദിവസവും. അപ്പോൾ അവർ ഇവിടെ വന്ന് ഈ എമർജൻസി കേസെല്ലാം അന്ന് തന്നെ എടുക്കും, മാറ്റിവെക്കത്തില്ല. പണ്ടത്തെ പോലെയല്ല, എമർജൻസി കേസ് അപ്പം തന്നെ മുന്നിൽ സമയമില്ലാത്ത എല്ലാ കേസും അച്ഛൻ എടുക്കും. ഒരു 1600 കേസ് ഞാൻ ഈ മാസം എടുത്തിട്ടുണ്ട്. ഏപ്രിൽ മാസം 1600 പേരെ നേരിട്ട് കണ്ടു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് ഒരു എമർജൻസി വന്നാൽ തീർച്ചയായിട്ടും അന്ന് തന്നെ കാണും. എമർജൻസി ആയിരിക്കണം, അതിൻ്റെ രേഖ ഉണ്ടാകണം, അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇവർ ധ്യാനം കൂടിന് ശേഷം അന്ന് തന്നെ കണ്ടു. ഞാനെന്താ ചെയ്തത്? ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്തുള്ളൂ. അവിടെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിൻ്റെ കുരിശുരൂപത്തിൽ പോയി, അവരതാ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ കുരിശുരൂപത്തിൽ പോയി കെട്ടിഞ്ഞാന്ന് കിടന്ന്. അത്രയേ ഉള്ളൂ ഞാൻ ചെയ്തത്. അല്ല ഇതിൻ്റെ വേറെ അഭ്യാസങ്ങളൊന്നുമില്ല. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. പിന്നെ അതാണ് റോമ 10:9. ഞാൻ ആ കെട്ടിഞ്ഞാഴ്ന്ന് കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്ന പ്രാർത്ഥന ഉണ്ടല്ല, ഇതൊന്നും ആചാരമല്ല. എല്ലാ ആചാരങ്ങളെ അർത്ഥമാക്കുന്നത് അതിൻ്റെ അകത്തുള്ള ഫെയ്ത്ത് പ്രഡിക്ഷൻസ്, ഫെയ്ത്ത് പ്രൊക്ലമേഷൻസാണ്. നിങ്ങളിപ്പോൾ ഒരു ഉപ്പ് കൊണ്ടുപോയി ഞങ്ങൾ വെഞ്ചരിച്ച് തരുന്ന ഉപ്പ്, ഞങ്ങൾ ആ ഒരു ഫോർമുലയാണ് അത് വെഞ്ചരിക്കണത്. അല്ല പള്ളികളിൽ പായസവും വെള്ളമൊക്കെ വെഞ്ചരിക്കണ പോലെ അല്ല. ഞങ്ങൾ വെഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ കുർബാന ചൊല്ലി അതിന് ശേഷം 12 പ്രാർത്ഥനകൾ ചൊല്ലിയാണ് നേർച്ച വസ്തു വെഞ്ചരിക്കുന്നത്. എന്താണ്? ഒരു മനുഷ്യന് ബന്ധിച്ചിട്ടിരിക്കുന്ന യേശുവിൽ നകറ്റിക്കളയുന്ന ഞങ്ങൾ രോഗമാണെന്നോ അല്ലെങ്കിൽ പിശാച് ബാധയാണെന്നോ സാമ്പത്തികമായ കടമാണെന്നോ അങ്ങനെയല്ല വിഷയങ്ങളെ എടുക്കുന്നത്. ഞങ്ങൾ എടുക്കുന്നത് യേശുവിൽ നിന്നൊരു വ്യക്തിയെ അകറ്റിക്കളയുന്ന നെഗറ്റീവ് പവേഴ്സ്, പ്രതിലോമ ശക്തികൾ. അതെന്തുവാകാം? ആ മേഖലകളിൽ യേശുവിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം എന്താണ്? യേശു, റോമ 10:9 വിശ്വാസം. എന്താണ്? യേശു കർത്താവാണ്. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ഇതിന് ഞങ്ങളെ സാക്ഷികളാക്കണമേ. അതാണ് വിഷയം. ഈ നമ്മൾ റോമ 10:9 കാണുന്ന ആ വചനമാണ് ഇതിൻ്റെ ആണി എന്ന് പറയണത്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണത്, ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ അത് ആ വചനം ആക്ടിവേറ്റ് ചെയ്യണത് എപ്പോഴാണ്? അതിന് നമ്മൾ സാക്ഷികളാകുമ്പോഴാണ്. അതാണ് ഈശോ പറയണത്, ഇതിന് നിങ്ങളാണല്ലോ സാക്ഷികൾ. പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഒന്നിനു പറഞ്ഞ പാപമോചനത്തിനായുള്ള ജ്ഞാനസ്നാനം അവന്റെ നാമത്തിൽ പ്രഘോഷിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാണ് വിഷയം. ഇതാണ് ഇതിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. പാപമോചനത്തിനായി യേശുവിൻ്റെ നാമമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ പുനരുത്ഥാനം, അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് അവൻ കുരിശിൽ മരിച്ചു. ദൈവം അവൻ്റെ പരിഹാരക്രിയയെ അംഗീകരിച്ചുകൊണ്ട്, ആ പരിഹാരം അംഗീകരിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ ഉയർപ്പ് നമുക്ക് അവകാശവും ഓഹരിയുമാകുന്നു. അങ്ങനെയാണ് നമ്മൾ നിത്യമായിട്ട് ജീവിക്കുന്നത്. അതൊന്നിന് വായിച്ചുള്ള ലൂക്കാസ് വിശേഷം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതുകൊണ്ട് ഈ സാക്ഷ്യമാണ് പ്രധാനം, ഇതിന് മർമ്മം. അതായത് നമ്മൾ ഗൺ പോയിന്റിൽ നിർത്തേണ്ട ഒരു വിഷയം. അതായത് മർമ്മം അറിയാതെ നമ്മൾ അഭ്യാസം കാണിച്ചിട്ട് കാര്യമില്ല.
എല്ലാ വിശ്വാസത്തിനും അതിൻ്റെ മർമ്മങ്ങളുണ്ട്. ഒരു മർമ്മം ഇതാണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണ്. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. റോമ 10:9 യേശു കർത്താവാണ്. യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവന്റെ നാമത്തിൽ പാപമോചനം ലഭിക്കുന്നു. പാപമോചനം അവന്റെ നാമത്തിൽ ലഭിക്കുന്നു. പിന്നെ എന്താ അതിൻ്റെ അതുകൂടെ വരുന്നത്? ഇവയ്ക്ക് പുനരുത്ഥാനത്തിന് ഇവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. അപ്പം നമ്മളെന്താ പ്രാർത്ഥിക്കേണ്ടത്? യേശു കർത്താവാണെന്നുള്ളതിന് എന്നെ സാക്ഷിയാക്കണമേ. കൈ നെഞ്ചെത്തിച്ച് പ്രാർത്ഥിച്ചേ, യേശു കർത്താവാണെന്നുള്ളതിന് എന്നെ സാക്ഷിയാക്കണമേ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ളതിന് എന്നെ സാക്ഷിയാക്കണമേ. എന്നെ സാക്ഷിയാക്കണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കണ്ടതാണ്, ഞാൻ കേട്ടതാണ്, ഞാൻ അനുഭവിച്ചതാണ് എന്ന് പറയൻ. ഞങ്ങൾക്കൊരനുഭവം തന്നെ, നമ്മൾ ദൈവത്തോട് ചോദിക്കണത് എന്താണ്? ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അല്ലേ? ലുത്തീനിയായിൽ എന്താണ് നമ്മൾ പറയണത്? ഞങ്ങളെ മിശിഹായെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു ജന്മം മുഴുവൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു പണി നടക്കത്തില്ല. ഇതിൻ്റെ വർക്ക് അതെങ്ങനെ അനുഗ്രഹിക്കണമെന്ന് അറിയണം. എന്തിനനുഗ്രഹിക്കണം, എങ്ങനെ അനുഗ്രഹിക്കണം, അതിൻ്റെ മെക്കാനിസം എന്താണ്, എന്താണെന്ന് അറിയേണ്ടത് കാര്യങ്ങൾ ചെയ്യാതെ അനുഗ്രഹിക്കണമേ. ഈശോ കറണ്ട് വന്നില്ലല്ലോ, എപ്പോൾ വരുമോ, KCB സമരമാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏതും പിറക്കും പിച്ചിമ്പയും പറഞ്ഞിരിക്കുന്നവർക്ക് പറയേണ്ടത് 2 ചെമ്പരത്തിപ്പൂ കൂടി വെച്ചുകൊണ്ടിരുന്നാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയണത്, നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അനുഗ്രഹത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? പ്രഭാഷകനിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, പ്രഭാഷകൻ എന്താ അപ്പോൾ 33:17 പ്രഭാഷകൻ 33:17 എന്താ പറയണത്? കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ കുറേ ബാക്കിലായിരുന്നു, കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, അതുകൊണ്ട് എന്ത് പറ്റി? ഞാൻ മുമ്പിലെത്തിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഈ സാക്ഷ്യം മുഴുവൻ പറയണത് കർത്താവിൻ്റെ വചനം അതല്ലേ. ഞാൻ കുറേ ബാക്കിലായിരുന്നു, എൻ്റെ റാങ്കിൽ ഞാൻ ബാക്കിലായിരുന്നു, എൻ്റെ മൊഡ്യൂൾസിൻ്റെ അകത്ത് ഞാൻ ബാക്കിലായിരുന്നു, എനിക്ക് സ്പീക്കിംഗ് കിട്ടിയില്ല, സ്പീക്കിംഗ് എനിക്ക് പറഞ്ഞിട്ട് ഒക്കണില്ല, എനിക്ക് ഭയങ്കര വിറയലാണ് പറയുമ്പോൾ, എനിക്ക് റീഡിങ് ശരിയാകുന്നില്ല, പറയുമ്പോൾ തപ്പിപ്പോകുന്നു, ഞാൻ ബാക്കിലാണ്. അനുഗ്രഹം നമ്മളെ മുമ്പിലാക്കും. ഒന്ന് പറഞ്ഞേ, അനുഗ്രഹം നമ്മളെ മുൻപിലാക്കും. അതാ സംഭവം. അപ്പം നീ പുറകിൽ കിടക്കുന്ന ആളാണെന്ന് വിചാരിച്ചോ? പഠിച്ചിട്ട് മനസ്സിലാവണില്ല, പരീക്ഷ വരുമ്പോൾ പെർപ്ലക്സ് ആകുന്ന പല കാര്യങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ട് നീ പുറകിലാണ് എന്ന് വിചാരിച്ചോ? അപ്പോഴേ ഏത് വിഷയമായാലും, ഇപ്പോൾ ഈ ചേച്ചിയുടെ വിഷയം എന്താണ്? അവർ ഉടമ്പടി എടുത്തു, പക്ഷേ വൈദ്യശാസ്ത്രം പറയണത് എന്താണ്? ഒരു ഓപ്പറേഷൻ ഉണ്ട് ഇതിന്, പക്ഷെ അത് EG ഓക്കെ ആകണം. പക്ഷേ EG ഓക്കെ ആയാൽ പിന്നെ ഓപ്പറേഷൻ്റെ ആവശ്യം പോലും ഉണ്ടാകത്തില്ല, ഇവൻ പിന്നെ ഒരിക്കലും വീഴത്തില്ലെന്ന് പറയും. പക്ഷേ EG ഓക്കെ ആകണില്ല. അപ്പം അത് കൊണ്ട് എന്ത് ചെയ്യും അവർ ഒരു ഷെയർ ചെയ്യും. ആ സമയത്ത് അവരുടെ കൂട്ടുകാരത്തി കൃപാസനത്തിൻ്റെ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവരത് ലിങ്ക് കണ്ടപ്പോൾ കുറേ സാക്ഷ്യങ്ങൾ, കാര്യം കോവിഡിൻ്റെ സമയം 500 ദിവസം അടച്ചിട്ട കാലത്ത് പോലും 1000 സാക്ഷ്യം നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട്. ചിന്തിച്ച് നിങ്ങൾ, ഒരു ശുശ്രൂഷ ഇവിടെ ഇല്ല, സ്റ്റാഫ് എല്ലാ ദിവസവും ഉണ്ടാവുമായിരുന്നു. ഞങ്ങൾക്ക് സ്റ്റാഫിന് ശുശ്രൂഷകളുള്ള കാരണം, ഓൺലൈൻ ശുശ്രൂഷ ഒത്തിരി ഉള്ള കാരണം എല്ലാ ദിവസവും സാക്ഷ്യം 65 ലക്ഷത്തോളം രൂപ ആ 2 കൊല്ലം ചിലവായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ കർത്താവിൻ്റെ ജോലി മുടങ്ങിയിട്ടില്ല, കർത്താവിൻ്റെ ശുശ്രൂഷ മുടങ്ങിയിട്ടില്ല. സ്വസ്ത്ര കാഴ്ചയെടുക്കാനില്ലല്ലോ, അതുകൊണ്ട് കടമായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാതിരുന്നിട്ടില്ല. അത് കാരണം എന്ത് ചെയ്ത് കർത്താവ് ഓൺലൈനായിട്ട് ഇൻ്റർനാഷണൽ എല്ലാവരും അനുഗ്രഹിച്ചവരെല്ലാവരും നമുക്ക് സാക്ഷ്യം അയച്ചു തന്നു ഓൺലൈനിൽ. അതായത് നമ്മളെപ്പോഴും ദൈവത്തെ പരീക്ഷിക്കരുത്, ദൈവം നമ്മളെ പരീക്ഷിക്കട്ടെ, നമ്മൾ ദൈവത്തെ പരീക്ഷിക്കരുത്. യു ഗോട്ട് ദ പോയിൻറ്റ്. ആൾക്കാർക്ക് എപ്പോഴും പിന്നിൽ പോകാനൊരു കാരണം അതാണ്. ദൈവത്തെ നമ്മളെ പരീക്ഷിക്കാം, പക്ഷെ ദൈവം നമ്മളെ പരീക്ഷിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഉയർത്തും. നമ്മളെ ദൈവം പരീക്ഷിക്കണത് എന്തിനാണ്? ദൈവം നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്. അത് അറിയണമെങ്കിലേ നമ്മുടെ ജൂഡിറ്റിൻ്റെ ലേഖനമില്ലേ, ജൂഡിറ്റിൻ്റെ പുസ്തകത്തിലെ
8-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചതുപോലെ അവിടുന്ന് നമ്മെ അഗ്നിയിൽ പരീക്ഷിക്കുകയോ നമ്മോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല. തന്നോട് അടുപ്പമുള്ളവരെ അവിടുന്ന് പ്രഹരിക്കുന്നത് ശാസന എന്ന നിലയിലാണ്. അതാണ് വിഷയം. ദാറ്റ്സ് മൈ പോയിന്റ്. ഇപ്പം നമുക്ക് ദൈവമായിട്ടൊരു അടുപ്പമുണ്ടെന്ന് വിചാരിച്ചോ, ദൈവത്തിൻ്റെ അടുപ്പെങ്കിലും നമുക്ക് ചില കഷ്ടപ്പാടൊക്കെ വരുന്നു. അതെന്ന് പറയണത് എന്താ വെച്ചാൽ അത് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അത് അല്ലാതെ നമ്മളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയല്ല. അത് നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് നീ വിശ്വാസിയായിരിക്കുമ്പോഴും കർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്. കറക്ഷന് വേണ്ടി, അത് കറക്ഷൻ തന്നെ നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്. ഇത് ദൈവം എന്നും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ ഹെബ്രായറിൻ്റെ 12:6 വായിക്കുമ്പോഴല്ലേ, ഹെബ്രായർ 12:6 ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ നിങ്ങളായിട്ട് പറഞ്ഞേ, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. മക്കളെ ശാസിക്കുന്നതിൻ്റെ ഉദ്ദേശം മക്കളെ വളർത്തുകയാണ്, അല്ലാതെ തളർത്തുകയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇടറുണ്ടാകുമ്പോൾ കർത്താവ് എന്നെ വളർത്താൻ പോകുന്നു എന്നുള്ള ബോധം ഉണ്ടാകും നമുക്ക്. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഇടറുണ്ടാകുമ്പോൾ കർത്താവ് നമ്മളെ വളർത്താൻ പോകുന്നു എന്നുള്ള ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്. അതായത് നമ്മൾ കർത്താവിനോട് അടുത്ത് ജീവിക്കുമ്പോഴും ചിലപ്പോൾ ഇതുപോലുള്ള ശോധനകൾ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ശേഷം പ്രൊമോഷൻ വരുമ്പോൾ അങ്ങനെ വരണത്. നമ്മൾക്ക് കർത്താവ് നമ്മളെ ലിഫ്റ്റ് ചെയ്യാൻ നേരത്താണ് ഇതുപോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ട് വിശ്വസ്തയോടെ കർത്താവ്, അത് ദൈവമായിട്ട് ജീവിക്കേണ്ട കുറേ രീതികളുണ്ട്. അതറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങളെ പ്രാർത്ഥനയെ മുടക്കി പലതരത്തിലുള്ള വിഷമതകളിലേക്ക് ചെന്ന് കൂപ്പുകുത്തും. അങ്ങനെ ചെയ്യരുത്. വചനം കേൾക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. വചനം കേൾക്കുന്നത് എന്തിനാണ്? സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴേ എന്നാ പറ്റിയിരിക്കണത്? ഇവർ ആ എപ്പിലെപ്സിയുള്ള അപസ്മാരം ബാധിച്ച കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു. അതിനുശേഷം അച്ഛനെ വന്ന് കണ്ടു. ഞാൻ ഈശോയുടെ കാലിൽ വീണ് കുഞ്ഞിന് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. അതിനുശേഷം കുഞ്ഞിൻ്റെ തലയെ കൊണ്ട് കൈവച്ചു. പിന്നീട് ഇവർ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ വിഷയത്തിന് ഉടമ്പടിയോടുകൂടി EG നോർമലാവും. അപ്പോൾ ഡോക്ടർ പറയണത് ഇനി ഓപ്പറേഷൻ പോലും വേണ്ട, കുഞ്ഞാവൻ വീഴത്തില്ലെന്നാണ് പറയണത്. ഇത്രയും സ്പീഡാണ്. കൈയിടിച്ച് കർത്താവ് ശ്രദ്ധിക്കട്ടെ. ഇന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസേന വരുമ്പോൾ നിങ്ങൾ പറയരുത്, ഓ ഇത് ഹെവി ആണല്ലോ, എൻ്റെ കാര്യം ഭയങ്കര ഹെവിയാണ് എന്ന് പറയുമ്പോൾ നിൻ്റെ മനസ്സിലിരുന്നുണ്ട് പിശാച് പറയുന്നുണ്ട് ഇത് ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റുമോയെന്ന് അറിയത്തില്ലെന്ന്. കാര്യം എന്താ? നിൻ്റെ ദൈവമാണ്, അല്ലാതെ ബൈബിളിൻ്റെ ദൈവമല്ല. 2 ദൈവങ്ങളുണ്ടല്ലോ, 2 ദൈവമുണ്ട്, അറിയാമല്ലോ. ഏകദൈവമല്ല, 2 ദൈവമുണ്ട്. ഒരു ദൈവം എന്ന് പറയുന്നത് ബൈബിളിലെ സത്യദൈവം, പിന്നെ നീ കൊണ്ടു നടക്കണം നിൻ്റെ ഉള്ളിലുള്ള കള്ളദൈവം. എന്താ കാര്യം? ഈ കള്ളദൈവം എന്ന് പറയുന്നത് എന്താ പ്രശ്നം വെച്ചാൽ പല ആൾക്കാർക്ക് ഒരു പ്രശ്നം വന്നു. ഇപ്പോൾ 22 പ്രാവശ്യം 22 പേപ്പർ കിട്ടാറുണ്ട് ബിടെക്കിൻ്റെ. അപ്പോൾ അവൾ ഇവിടെ വന്ന് ആ കാൻഡിഡേറ്റ് അവൾക്ക് ഇനി പഠിക്കാൻ ഉദ്ദേശമില്ല, പേരൊന്നും പറയണില്ല. അതായത് അവർക്കിനി പഠിക്കാൻ ഉദ്ദേശമില്ല. കാര്യം എന്താണ്? പഠിത്തം അവരെ തോൽപ്പിച്ചിരിക്കുക. പഠിത്തം അവരെ തോൽപ്പിച്ചു. നമ്മളല്ലേ ശരിക്കും പറഞ്ഞാൽ പഠനത്തെ നമ്മളല്ലേ തോൽപ്പിക്കേണ്ടത്, നമ്മളല്ലേ ജയിക്കേണ്ടത്. തിരിച്ച് സംഭവിച്ചു. പഠിത്തം അവളെ തോൽപ്പിച്ചിരിക്കുക. എന്താ കാര്യം? അവർ പഠിക്കണ കാലത്ത് മുഴുവൻ ഹാരി പോട്ടറാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഹാരി പോട്ടറിൻ്റെ വിസ്മയകരമായ കുറേ തരം സാറ്റാനിക് അട്രാക്ഷനുള്ള കഥകളൊക്കെ കൊണ്ടുവന്നിട്ട് ഫിക്ഷൻസൊക്കെ കാരണം ആകപ്പാടെ ഇവളുടെ ബ്രെയിൻ മുഴുവൻ ഹൈജാക്കായിപ്പോയി. അതാണ് ഈ പ്രശ്നം. ഈ ബ്രെയിൻ ഹൈജാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇടയ്ക്കൊക്കെ പഠിക്കുന്ന പിള്ളേരായാലും ജോലി ചെയ്യണ ഉദ്യോഗസ്ഥന്മാരായാലും തല കൈവച്ച് ഒന്ന് ഇടയ്ക്ക് വിശ്വാസപ്രമാണം ചില നല്ലതാണ്. തല കൈവച്ചിട്ടേ. കാര്യം ഇത് നമ്മളെ തോൽപ്പിക്കരുതല്ലോ. നമ്മൾ ജയിക്കാൻ ചെന്നിട്ട് അവിടുന്ന് തോറ്റു പോകണേ എങ്ങനെ ശരിയാണ്? ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഹാരി പോട്ടർ ജയിച്ച് അവൾ തോറ്റു.
അവളുടെ ജീവിതം തോറ്റു. 22 പേപ്പർ കിട്ടാനുണ്ട്. വീട്ടെക്കിൻ്റെ 28 പേപ്പർ. അതുകൊണ്ട് ഇനി അത് എഴുതിയെടുക്കാൻ പറ്റും. അവളുടെ സ്റ്റാമിന പോയി, കലിബർ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ലടി, യേശുവാണ് കർത്താവ്. എന്താ യേശുവാണ് കർത്താവ് എന്ന് പറയാൻ കാര്യം എന്താണ്? അപ്പം നിങ്ങളവർക്കും യേശുവാണ് കർത്താവ്, എന്താ പ്രശ്നം? അതിന് പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അതായത് 22 പേപ്പറിൻ്റെയും കർത്താവ് ആരാണ്? യേശുവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ യേശു കർത്താവാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉറപ്പാണ്. ഇപ്പോൾ 22 ബിടെക്കിൻ്റെ പേപ്പറാണ് അല്ലേ. അവളുടെ എൻ്റെ അടുത്ത് ഈ കുട്ടി വരുമ്പോഴേ അവൾക്ക് കല്യാണം പോലും കഴിക്കണമെന്നൊരു നിർബന്ധമില്ലാത്ത ആളാണ്. കാര്യം അതിൻ്റെ ഒരു സെൻസ് പോലും ഹൈജാക്ക് ചെയ്യപ്പെട്ട് വിവാഹം വേണ്ട, ജീവിതം തന്നെ എന്തിനാണെന്നുള്ള ഒരു ഭ്രാന്തമായ ഒരവസ്ഥയാണ്. ഇത് ഈ ലോക അരൂപി അല്ലെങ്കിൽ ദുഷ്ടാരൂപി വന്നു കഴിഞ്ഞാലേ, അതാണ് നിങ്ങൾ ഈ വായിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സൈറ്റ് സന്ദർശിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഈ ദുഷ്ടാരൂപി ഇങ്ങോട്ട് കയറി വരും നമ്മുടെ. അതായത് ദുഷ്ടാരൂപി എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണെന്ന് ഏറ്റു പറയാൻ നമ്മളെ പ്രാപ്തമാക്കാത്ത എല്ലാ അരൂപിയും ദുഷ്ടാരൂപിയോ ലോകാരൂപിയാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ദുഷ്ടാരൂപി ലോകാരൂപി എന്നല്ല പറയേണ്ടത്. യേശുവിനെതിരായിട്ടുള്ള അന്തിക്രിസ്തുവാണ്, ആൻറ്റിക്രൈസ്റ്റാണ്. ആൻറ്റിക്രൈസ്റ്റ് ബൈബിളിൽ അന്ത്യകാലങ്ങൾ വരുന്നതാണ്. പക്ഷേ ആരുടെ അന്ത്യകാലമാണ്? നമ്മുടെ അന്ത്യകാലം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആൻറ്റിക്രൈസ്റ്റ് ബൈബിളിൽ അന്ത്യകാലങ്ങൾ വരുന്ന ആളാണ്. പക്ഷേ ആരുടെ അന്ത്യകാലമാണ്? നമ്മുടെ അന്ത്യകാലമാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ക്രൈസ്റ്റിനെതിരായ അരൂപി എപ്പോൾ വന്നാലും, അതിൻ്റെ 16-ാം വയസ്സ് വന്നാലും അന്തിക്രിസ്തുവായി, നിൻ്റെ അന്ത്യമായി. ശ്രദ്ധിക്കട്ടെ. അപ്പോഴേ അതിനുശേഷം ഇവള് വിശ്വസിക്കാൻ തുടങ്ങി. എന്താണ് വിശ്വസിക്കാൻ തുടങ്ങിയത്? അന്തിക്രിസ്തുവിനെ, നിന്നെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ ഡിപ്രഷൻസ്, അതുപോലെ തന്നെ ശരിയാവത്തില്ല, തോറ്റുപോകും, എനിക്കത് കിട്ടത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള പിൻപിടുത്തങ്ങൾ, അതിനെ പ്രതിരോധിക്കണം എന്താണ്? വിശ്വാസമാണ്. അപ്പോഴേ വിശ്വാസം നൽകാൻ വേണ്ടി എപ്പോഴും നീ നമുക്ക് എന്നാ സംഭവിച്ചിരിക്കണമെന്ന് അറിയാമോ? വിശ്വാസത്തിൻ്റെ മെയിൻ്റെനൻസ് ഇല്ല. അതാണ് കുഴപ്പം വന്നിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു കെട്ടിടം പണിത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ആദ്യം പ്രൈമർ അടിക്കും അല്ലേ? ഒരു തൂണാണെന്ന് വിചാരിച്ചോ, അതിന് പ്രൈമർ അടിക്കും, പിന്നെ പെയിൻ്റ് അടിക്കും. 2-3 കൊല്ലം കഴിയുമ്പോഴേ വീണ്ടും അത് ഫെയ്ഡാവും. വീണ്ടും നമ്മൾ തന്നെ റിപ്പയറിങ് വല്ലതും ഉണ്ട്, റിപ്പയറിങ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പെയിൻ്റ് അടിക്കും, ഫ്രഷ് ആക്കും. പക്ഷേ ഫെയ്ത്തിൽ ഈ ഒരു പ്രോസസ്സിങ് നടക്കണില്ല. യു ഗോട്ട് ദ പോയിൻറ്റ്. പിടിയോ? നമ്മുടെ വിശ്വാസത്തിൽ ഈ ഒരു പ്രോസസ്സിങ് നടക്കണില്ല. നമ്മൾ വിശ്വാസം കൊണ്ട് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ കാണുന്നുവെന്നല്ലാതെ ആ വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യുകയോ അത് പരിപോഷിപ്പിക്കുകയോ ചെയ്യുന്നില്ല. വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് വചനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കണം. വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, വർദ്ധിപ്പിക്കണമെങ്കിൽ. പിന്നെന്താണ്? അമ്മയുടെ മാധ്യസ്ഥം കിട്ടണം. മാധ്യസ്ഥം കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷനിൽ ചാടിയാൽ മദർ ഹെൽപ്പ് ചെയ്യും നമ്മളെ. ഇപ്പം എന്നാ പറ്റുക വെച്ചാൽ ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നീ 22 പേപ്പറും മദർ നിന്നെക്കൊണ്ട് എഴുതിച്ചെടുക്കും. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഞാനിവൾക്ക് കൗൺസിലിംഗ് പ്രാർത്ഥന എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്ത്? അവൾ പ്രാർത്ഥനയുടെ ഫോർമാറ്റിലേക്ക് വന്നു. നിങ്ങളങ്ങനെ ചെയ്യേണ്ട കേട്ടോ. അതായത് നിങ്ങളും അതുപോലെ ചെയ്യേണ്ടത്. ജീവിതം ഇപ്പം നമുക്കുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്ന് സന്ധ്യക്കൊരു പ്രാർത്ഥന, ഞായറാഴ്ച കുർബാനയൊക്കെ ആയിട്ട് മിനിമം പരിപാടിയായിട്ട് പോവുകയല്ലേ. ചിലപ്പോൾ മിനിമം പരിപാടി കൊണ്ട് ചില സമയത്ത് ഇപ്പോൾ ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ പഴയ സാധാരണ കഴിക്കണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊന്നും ഏക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ട്രാ ആയിട്ടുള്ള പോഷകങ്ങൾ കൊടുക്കുന്നത് രോഗിക്ക് അല്ലേ. രോഗിക്ക് ടോണിക് കൊടുക്കും, അല്ലെങ്കിൽ വേറെ ഓർലിക്സോ ഇതിലൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതെന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഈ രോഗത്തിൻ്റെ പ്രതിരോധിക്കുകയും ചെയ്യണം, ശരീരം മെച്ചപ്പെടുകയും ചെയ്യണം. അതുകൊണ്ട് ആണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അതുപോലെ തന്നെയാണ് ആത്മീയതയിലും അങ്ങനെ സംഭവിക്കുന്നത്. എന്തെങ്കിലും ഒരു വിശ്വാസത്തിനൊരു ക്ഷയം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ലോകത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഉടമ്പടിയാണ്. അതാണ് വിഷയം. ലോകത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബൂസ്റ്റിംഗ് എന്താണ്? ഉടമ്പടിയാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലൂടെ അതൊരു ചെയ്യണ പ്രാർത്ഥനയല്ലേ.
അത് ചെയ്യണ പ്രാർത്ഥനയായത് കാരണം ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ ഇതിന് കപ്പാസിറ്റി കൂടുതലാണ്. ചൊല്ലുന്ന പ്രാർത്ഥനയെക്കാളും ഉടമ്പടിക്ക് ചെയ്യുന്ന പ്രാർത്ഥനയായത് കാരണം. ഇപ്പോൾ വെറുതെ ചെയ്യണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഒരു ധ്യാന കേന്ദ്രത്തെ കർത്താവ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് തന്നിട്ടുള്ള ഒരു ദൈവികമായ ഒരു പ്രോജക്റ്റിനേക്കാൾ ഉപരി അതിൽ തന്നെ ഒരു ദൈവസ്ഥാപനമുണ്ട്. മനുഷ്യസ്ഥാപനമല്ല ഉടമ്പടിക്കുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ദൈവം അതിനെ ഓൺ ചെയ്യണ കാര്യം. അതാണ് ദൈവം അത് ഓൺ ചെയ്യണില്ലേ. ഉടമ്പടിയെ ഓൺ ചെയ്യണത് എന്താണ്? ദൈവം ഏറ്റെടുക്കണത് എന്താണ്? എൻ്റെ അതായത് ഓരോ ആൾക്കാരും ഉടമ്പടി സത്യസന്ധമായിട്ട് ചെയ്യുമ്പോൾ ദൈവം ഏറ്റെടുക്കാൻ കാര്യം ഇതിനകത്തൊരു ദൈവസ്ഥാപനമുണ്ട്. നോഹിൻ്റെ കാലം മുതൽ ദൈവം ഉടമ്പടി സ്ഥാപിക്കണതാണ്. അതിന് എബ്രഹാമായിട്ട് ചെയ്തു ഉടമ്പടി, ഇതാണ് ചെയ്തത്. അത് കഴിഞ്ഞ് മോസസുമായിട്ട് ചെയ്തു ഉടമ്പടിയാണ് ചെയ്തത്. മോസസുമായിട്ട് ചെയ്ത ഉടമ്പടി മെയിൻറ്റെയിൻ ചെയ്തു പ്രവാചകന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെ. ദൈവം അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു. തെറ്റിയവരെ തിരുത്തി, ഉടമ്പടിയെ എതിർത്തവരെ ദൈവം ആ രാജ്യത്തും തന്നെ മാറ്റി. പിന്നെ തിരിച്ചു കൊണ്ടുവന്നില്ല. ഉടമ്പടിയുടെ അനുഗ്രഹങ്ങളെ എടുത്തു മാറ്റി. അതുകൊണ്ടാണ് പറയണത് അതായത് ഉടമ്പടി ദൈവം ആ ഉടമ്പടിയെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഉടമ്പടി നമ്മൾ എടുത്തത് കൊണ്ട് മാത്രം കാര്യമായില്ല. എന്താ പറയണത്? ഉടമ്പടിയെ ദൈവം ഓൺ ചെയ്യണം. അതാണ് ഇതിൻ്റെ അത് മെയിൻ സംഭവം. അതിന് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒരു 50-50 മാർക്കാണ്. ഉടമ്പടി എടുക്കുന്നത് 50 പോയിൻ്റ്. പിന്നെന്താണ്? നിങ്ങളെടുക്കുന്ന ഉടമ്പടിയെ ദൈവം എന്ത് ചെയ്യണം? ഓൺ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റെടുക്കണം. മനസ്സിലായില്ലേ? ഉടമ്പടി ദൈവം ഏറ്റെടുക്കണ്ടേ? ചെയ്തിട്ട് പോയിട്ട് കാര്യമുണ്ടോ? അപ്പം അതൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഞാൻ ചെയ്യുന്ന ഉടമ്പടി, ഞാൻ ചെയ്ത ഉടമ്പടി, പുതുക്കിയ ഉടമ്പടി അങ്ങ് ഏറ്റെടുക്കുന്നതിനായി അമ്മയെ പ്രത്യക്ഷീകരണ മാതാവേ, കൃപാസനം മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്ഥിരീകരിക്കുന്നത് നമ്മുടെ കയ്യിലില്ല. അടുത്ത പോയിന്റ്, അത് കർത്താവാണ് ഉടമ്പടി ഓൺ ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കർത്താവ് ഉടമ്പടി ഓൺ ചെയ്യുമ്പോഴാണ് അതിന് സ്ഥിരീകരണം ലഭിക്കുന്നത്. എന്താ അങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ, നിങ്ങളുടെ കൂടെ കർത്താവ് പ്രവർത്തിക്കണ്ടേ? നിങ്ങളുടെ കൂടെ കർത്താവ് പ്രവർത്തിച്ചാലേ ഉടമ്പടി സ്ഥിരീകരിക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷമില്ലേ, മർക്കോസ് 16:20 ഒന്ന് വായിച്ചോളൂ. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും. that is the point. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഉടമ്പടി സ്ഥിരീകരിക്കണം. അതിനെന്ത് ചെയ്യണം? കർത്താവ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം. അതാണ് വിഷയം. അത് സീരിയസ് വിഷയമാണ്. കർത്താവ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഉടമ്പടി എടുത്ത എൻ്റെ കൂടെ അങ്ങ് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം എന്നെ യോഗ്യമാക്കണമേ. ഈ യോഗ്യത എന്ന് പറയുന്ന സംഭവം അല്ലേ, അതിന് രണ്ട് കണക്ഷൻസ് ഉണ്ട്. ഒന്ന് ഫെയ്ത്ത് ഉണ്ട്, രണ്ടാമത്തെ എന്തുണ്ട്? ഫിഡലിറ്റി ഉണ്ട്. ഈ രണ്ട് യോഗ്യതയാണ് ഇത് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണത്. ക്ലെയിം ആൻഡ് കപ്പാസിറ്റി ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. യോഗ്യത എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള യോഗ്യത, അതിലൊന്നെന്താണ്? ഫെയ്ത്താണ്. ജിസ്മി എന്ന് പറഞ്ഞൊരു മോള് പാലാരൂപത രാമപുരത്ത് കരുതിയ ഇടവക, രാമപുരം ഇടവക, മൽപ്പാൻ്റെ ഇടവകയാണ്. അപ്പോൾ ജിസ്മിയുടെ സാക്ഷി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ജിസ്മിയുടെ സാക്ഷി എന്ന് പറയുന്നത്, അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു, അമ്മേ OITയുടെ റിസൾട്ട് വരാൻ പോകുന്നു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ എടുത്ത ഉടനെ റിസൾട്ട് വന്ന ഉടനെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുന്നത്. അപ്പോൾ ജിസ്മിയുടെ അതാണ് അമ്മയുമായിട്ടുള്ള അതാണ് ഫെയ്ത്ത് എന്ന് പറയണത്. ഈ OITയുടെ റിസൾട്ട് വരാൻ പോകുന്നു, റിസൾട്ട് വന്ന ഉടനെ ഞാൻ വന്ന് അമ്മയെടുത്ത് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അത്രയും വിശ്വസിക്കുകയാണ് അതിൻ്റെ അകത്ത്. അതാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ പ്രൊഫഷണൽസിനെ എല്ലാം കാണും.
പ്രൊഫഷണൽസ് BEd BTech അതുപോലെയുള്ള എല്ലാവരും MBBS അങ്ങനെയുള്ള എല്ലാവരെയും കാണാം, പ്രൊഫഷണൽസിനെ കാണാം, അന്ന് തന്നെ കാണാം. പ്രത്യേകിച്ച് പരീക്ഷ ഇരിക്കുന്നവരെ പരീക്ഷയാണെന്ന് പറഞ്ഞ് കിട്ടാൽ മതി. അതിൻ്റെ പേപ്പർ ഒന്ന് കാണിച്ച് ഓഫീസിൽ കാണിച്ചാൽ ഉടമ്പടി എടുത്തിട്ട് ആ ഒരു പേപ്പർ ഒന്ന് കാണിച്ചാൽ മതി. കാര്യം അവർക്കൊരു ബ്ലെസ്സിങ് ഉടനെ കൊടുക്കും. എന്താ കാര്യം എന്നറിയാവോ? എനിക്ക് അവർക്ക് അതിനെക്കുറിച്ച് അത്രയും തിട്ടമില്ലെങ്കിൽ എനിക്കറിയാം. ഒരു ബ്ലെസ്സിങ് അതിങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ ഒരൊറ്റ വിഷയം കൊണ്ട് അവർ കയറിപ്പോവും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ട്, അവർ പ്രൊഫഷണൽസ് അല്ലേ, അവർ രക്ഷപ്പെടുകയാണെങ്കിൽ അവരുടെ കുടുംബം രക്ഷപ്പെടും, അവരുടെ കല്യാണം കഴിച്ച് വിടുന്ന കുടുംബം രക്ഷപ്പെടും. പക്ഷെ അങ്ങനെ രക്ഷപ്പെടുത്തണം കേട്ടോ, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ബോധം ഉണ്ടാകണം. കാര്യം നിങ്ങളെ ഇവിടം വരെ എത്തിച്ചതിൽ ചിലപ്പോൾ നിങ്ങളുടെ ആങ്ങളുടെ പഠിത്തം മുട്ടിക്കാണും ചിലപ്പോഴേ. ചിലപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാരണം പറയാം, ഞാൻ പഠിച്ചിട്ടല്ലേ, അവൻ പഠിക്കാതിരുന്നിട്ടല്ലേ എന്ന് പറഞ്ഞ്. ഇതൊന്നും കർത്താവിൻ്റെ അടുത്ത് വില പോകത്തില്ലേ. നമുക്കിങ്ങനെ വീട്ടിൽ പറഞ്ഞ് തർക്കിക്കാവുന്നതല്ലാതെ അത് എന്ത് ശരിയാ, എന്നിട്ട് അവൻ പഠിക്കാഞ്ഞിട്ടല്ലേ ഞാൻ പഠിച്ചിട്ടല്ലേ എന്ന് നിങ്ങൾക്ക് പറയാം. അത് അമ്മയുടെ അടുക്കളയിൽ പറയാവുന്നതല്ലാതെ കർത്താവിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അവൻ കൂടി പഠിക്കേണ്ട കാശ് എടുത്തായിരിക്കും ചിലപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ കെട്ടിച്ചു വിട്ടാൽ പോലും നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ചേട്ടനോടും അനിയത്തിയോടും ഒക്കെ ബാധ്യതയുണ്ട്, അച്ചയെടുത്തിയോടൊക്കെ ബാധ്യതയുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെയാണ് കല്യാണം കഴിച്ച് ചിലള വീട്ടിലാണ്, അവിടെയൊക്കെ കടങ്ങളുണ്ടാകും. അതും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ 50 കൊണ്ട് വന്ന ആളാണ്. ഇതൊക്കെ അടുക്കളയിൽ പറയാം, ദൈവത്തിനോട് പറയാൻ പറ്റത്തില്ല. നമ്മളൊക്കെ പ്രശ്നം എന്താ പറയുക, പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് ജയിക്കുന്നു. ആരാണ് ജയിക്കുന്നത്? ദൈവത്തോട് ജയിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മളുടെ ലൈഫ് തന്നെ ദൈവം തന്നൊരു ദാനമാണ്. പിന്നെ നീ എന്താണ് നിൻ്റേതായിട്ട് പറയാൻ പോണത്? നിനക്ക് ബുദ്ധിയുണ്ടോ? ശരി, അത് കർത്താവ് തന്നതല്ലേ. ബുദ്ധിയുണ്ടോ? അത് കർത്താവ് തന്നതല്ലേ. സാഹചര്യമുണ്ടോ? അത് കർത്താവ് തന്നതല്ലേ. തരാത്തതായിട്ട് എന്താ ഉള്ളത്? അപ്പം അതുകൊണ്ട് നിങ്ങളിങ്ങനെയുള്ള വാഗ്വാദങ്ങളും തർക്കങ്ങളും മനുഷ്യനെ തോൽപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിരുസന്നിധിയിൽ കെട്ടിയെഴുന്നള്ളിക്കുകയോ വിളമ്പുകയോ ചെയ്യരുത്. നിങ്ങളവർക്ക് അച്ഛൻ പ്രൊഫഷണൽസിനെ കാണത്തുള്ളൂ എന്നല്ല കേട്ടോ. രോഗികളെല്ലാവരും കാണാം, സീരിയസ് രോഗികളെല്ലാവരെയും കാണാം, കടം കയറി വിഷമിക്ക് നട്ടം തിരിയുന്നവരെ കാണും, ജപ്തി നടപടി നേരിടുന്ന കാര്യം. ദാറ്റ് മീൻസ് എമർജൻസി ആയിട്ടുള്ള എല്ലാവരെയും കാണും. മുമ്പിൽ ടൈം ഉണ്ടാകരുത്. മുമ്പിൽ ടൈം ഇല്ലാത്ത എല്ലാവരെയും ഉടമ്പടി എടുക്കുമ്പോൾ കാണും, ഉടമ്പടി പുതുക്കുമ്പോൾ കാണും. പക്ഷേ നിങ്ങളുടെ പേപ്പർ ഓക്കെ ആയിരിക്കണം. കർത്താവിൻ്റെ തിരുസന്നിധി നിങ്ങൾ ചെയ്ത ഉടമ്പടി പ്രകാരമാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരണം. അല്ല കാര്യം കാണാൻ വേണ്ടി വയറ്റിപ്പഴപ്പ് ക്രിസ്ത്യാനി വന്ന മിക്കവാറും ഓഫീസ് ചീട്ട് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഉടമ്പടി എടുത്തവർ അതനുസരിച്ച് ജീവിക്കുകയും അതനുസരിച്ച് ദൈവത്തോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയും ചെയ്യണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവത്തോട് ചെയ്ത വാഗ്ദാനം വിശ്വാസത്തോടെ നിറവേറ്റാൻ എനിക്ക് സുവിശേഷത്തിന്റെ പ്രേക്ഷിത ചൈതന്യം നൽകണമേ. നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈമറി ഇൻവെസ്റ്റ്മെന്റ്, പ്രൈമറി ഇൻസ്റ്റാൾമെന്റ് എന്ന് വേണേൽ പറയാം. ഉടമ്പടിയുടെ പ്രൈമറി ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്, സെക്കൻഡറി ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. പ്രൈമറി ഇൻസ്റ്റാൾമെൻറ്റ് ഫെയ്ത്താണ്. ഈ ജിസ്മിക്ക് ഭയങ്കര ഫെയ്ത്താണ്. എനിക്ക് തോന്നുന്നത് അവൾ ഉടമ്പടി എടുക്കുന്നുമ്പാണ് അതായത് ഈ OITക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തതെന്ന് തോന്നുന്നത്. എടുത്തതിന് ശേഷം അവൾ അമ്മയോട് പറഞ്ഞ കാര്യം ഇതാണ്, റിസൾട്ട് വരിക, ഞാൻ ജയിക്കും, പിറ്റേ ദിവസം ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറയും. അവൾ അങ്ങനെ ജയിച്ചു. അവൾ മാതാവിനോട് ചോദിച്ചത് എനിക്ക് UK പോകാൻ ഇഷ്ടമില്ല എന്നാണ് പറഞ്ഞത്. എന്തോ അവളുടെ പ്രൈവറ്റ് റീസൺസാണ്. അതുകൊണ്ട് എനിക്ക് അയർലൻഡിൻ്റെ സ്കോർ വേണമെന്നാണ് പറഞ്ഞത്. നമുക്ക് ദൈവത്തോട് ചോദിക്കാം. നിങ്ങൾ അറക്കരുത്. വിശ്വാസമുള്ള അറക്കേണ്ട കാര്യം എന്താ? കർത്താവ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ തരുമോ? ഇല്ലേ? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ നൽകുമോ? അപ്പം ചോദിച്ചാൽ പകരം കല്ല് നൽകുമോ? നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? 11:11 വായിച്ചോളൂ. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ നൽകുന്നത്. അപ്പോൾ ഈശോ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താണ് ചോദിക്കണത് അത് നിനക്ക് ന്യായമായിട്ടോ ആവശ്യമാണെങ്കിൽ ദൈവം അത് നിനക്ക് ചെയ്തു തരും. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് പക്ഷേ അത് കട്ടൻ്റെ ഫെയ്ത്ത് നമുക്കുണ്ടാകണം. ജിസ്മി ആ ടൈപ്പ് ഫെയ്ത്താണ്. എന്താ ഫെയ്ത്ത്? ആ ടൈപ്പ് ഫെയ്ത്ത് എന്ന് വെച്ചാൽ ഈ ഒരു വിഷയം മാത്രമല്ല അവൾ പറഞ്ഞത് ഇതിനിടയ്ക്ക് അവളുടെ അമ്മയ്ക്ക് പോയി ഭയങ്കരമായ ഈ മുട്ടുവേദന, അരക്കെട്ട് മുട്ടുമൊക്കെയുടെ വേദനയാണ്, അനങ്ങാൻ പാടില്ല.
ഒരു ചെറിയ കടയുണ്ട്, അതവിടെ വീടിൻ്റെ കുറേ അകലെയാണ്, അതിന് ബസ്സിന് പോകണം. ബസ്സിൽ കയറാൻ അമ്മയ്ക്ക് പാടില്ല. അത് പിന്നെ കടയിൽ പോകണമെന്ന് കേൾക്കുമ്പോൾ തന്നെ കുരിശുമരണമാണ്. എന്താ കാരണം? പോകണമല്ലോ, ബസ്സിൽ കയറണമല്ലോ, ഇറങ്ങണമല്ലോ, പിന്നെ കുറേ നേരം കിടന്നാൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. വല്ലാത്ത വേദനയാണ്, കൊളുത്തിപ്പിടുത്തവും വാദമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ജിസ്മി എന്താ പറയണത് വെച്ചാൽ അമ്മയോട് പറഞ്ഞു, അമ്മേ ആ ഉടമ്പടി തൈലം പുരട്ടിയാൽ മതി, അച്ഛൻ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് അമ്മ പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ഉടനെ അമ്മ ഞാൻ പുരട്ടിയിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് വേഗം അറിയാം എന്ന് ചോദിക്കും. ഇല്ല, നമ്മൾ പുരട്ടിയതല്ലേ ഉള്ളൂ. അങ്ങനെയല്ല, അതാണ് അത് തർക്കിക്കണത്. എന്താണ് അങ്ങനെയല്ല, പുരട്ടിയ അപ്പം തന്നെ മാറുമെന്ന് അച്ഛൻ പറഞ്ഞതെന്ന് പറയും. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം അവരുടെ ഫെയ്ത്ത് റേഞ്ചാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. എന്നിട്ട് അവരിങ്ങോട്ട് സാക്ഷ്യം പറയാൻ പോകുന്നു. അമ്മ ഉടനെ ഇത് പുരട്ടിയിട്ട് കടയിൽ പോയി. അപ്പോൾ ഇന്നലെ സാക്ഷ്യം പറയാൻ 5 മിനിറ്റ് അമ്മ വിളിച്ച്, മകളെ ഇതെന്തൊരു അത്ഭുതമാണ്, നീ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഓക്കെയായി, വേദനയെല്ലാം മാറി, ഇതുപോലെ ഒരിക്കലും ഇങ്ങനെ വന്നിട്ടില്ല. നമ്മുടെ ഫെയ്ത്താണ് ആദ്യം. പക്ഷേ ഉടമ്പടി ഫെയ്ത്ത് കൊണ്ട് നിൽക്കത്തില്ല കേട്ടോ. ഉടമ്പടിയുടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഒരു 25,000 രൂപയാണെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 75,000 രൂപയാണ്, അല്ലെങ്കിൽ 50,000 രൂപയാണ്. എന്താണത്? ഫിഡലിറ്റിയാണ്. ഫിഡലിറ്റി എന്ന് പറയുന്നത് എന്താണ്? വിശ്വസ്തതയാണ്. കാര്യം ഉടമ്പടി ചെയ്യണ പ്രാർത്ഥനയാണല്ലോ, ചെല്ലണ പ്രാർത്ഥനയല്ല. ഇപ്പം എബ്രാഹത്തിനോട് എന്താ പറയണത്? എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞത് എന്താണ്? നീ വിഷമിക്കണ്ട, മക്കളില്ലാണ്ട കാര്യത്തിൽ വിഷമിക്കണ്ട, ആരും കൂടെ പോകുന്നില്ല എന്ന് വെച്ചാൽ വിഷമിക്കണ്ട, ലോത്തിനെ പോലെ ഒരു ചക്കപ്പോത്താണ് കൂടെ വന്നിരിക്കണമെന്ന് ഓർത്ത് വിഷമിക്കണ്ട, അവൻ്റെ ദാസന്മാർ നിന്നെ നാളെ കയ്യേറ്റം ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നിൻ്റെ മക്കളില്ലാത്ത നിൻ്റെ വസ്തുവെല്ലാം അവൻ കയ്യേറ്റം ചെയ്ത് സ്വന്തമാക്കുമെന്ന് ഓർത്ത് വിഷമിക്കണ്ട, നിനക്ക് ഞാനൊരു സേഫ് സെക്യൂറായിട്ടൊരു പ്ലേസ് തരും എന്നല്ലേ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നവും ഈ ആദ്യം അനുഭവിച്ച ആളാരാണ്? എബ്രാഹമാണ്. എബ്രാഹത്തിനോട് എന്താ പറയണത്? നീ വിഷമിക്കണ്ട, വീട്ടിൽ നിന്ന് പോകുന്നത് വിചാരിച്ചുകൊണ്ട് വിഷമിക്കണ്ട, സ്വന്തപ്പെട്ടൊരു ഈ ഇഷ്ടപ്പെട്ടവരെയൊക്കെ മാറ്റിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പോകുന്നെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കണ്ട, മക്കളില്ലാഞ്ഞതുകൊണ്ട് വിഷമിക്കണ്ട, നിൻ്റെ വസ്തുവൊക്കെ അവസാനം ലോത്ത് കൈയേറി എടുക്കുമെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കണ്ട, ഒന്നിനും നീ വിഷമിക്കേണ്ടെന്ന് പറയാനാണ് ദൈവം ഉടമ്പടി ഉണ്ടാക്കിയത്. യു ഗോട്ട് ദ പോയിന്റ്. പിടിയോ? എബ്രഹാമായിട്ടല്ലേ ഉടമ്പടി ചെയ്തത്, കറക്റ്റ് ഉടമ്പടി, വാക്കാൽ ഉടമ്പടിയാണത്. ഒന്നിനും നീ വിഷമിക്കേണ്ട എന്ന് പറയാനാണ് ദൈവം ഉടമ്പടി കണ്ടുപിടിച്ചത്, ദൈവം ഉണ്ടാക്കിയത്. എന്താ പറഞ്ഞത്? നിന്നോട് ഞാൻ ഒരു കാര്യം മാത്രം പറയാം, ഞാൻ നിനക്ക് മക്കളെ തരും, ഞാൻ നിനക്ക് പാർക്കാൻ ഇടം തരും, ഞാൻ നിനക്ക് ജീവിക്കാനായിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നിനക്ക് തരും. പക്ഷെ ഒറ്റ കാര്യം, നീ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം. അത്രയേ ഉള്ളൂ ഉടമ്പടിയുടെ പ്രശ്നം. നീ കുറ്റമറ്റവനായിരിക്കണം, എൻ്റെ മുമ്പാകെ നടക്കണം, കുറ്റമറ്റവനായി. ഉടമ്പടി എത്രയേ പറയുന്നുള്ളൂ. ഉടമ്പടിയിൽ ഇപ്പം മരിയൻ ഉടമ്പടി വന്ന് നമ്മൾ നിൽക്കുമ്പോഴും മരിയൻ ഉടമ്പടിയുടെയും ബേസ്മെൻ്റ് എന്താണ്? കർത്താവിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകണം. ചില സമയത്ത് ഈ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ മാറിപ്പോണതാണ് ഉടമ്പടി ലാഗ് ചെയ്യാൻ കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാൾക്ക് വേണ്ടി കോളേജിൽ എന്തോ ഒരു UGCയുടെ എന്തൊക്കെ ടെസ്റ്റാണ്. അപ്പം അതിനു വേണ്ടി അവൾക്ക് നെറ്റ് കിട്ടണം. നെറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പേപ്പറെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം പുതുക്കിയതിന് ശേഷം കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ അവളോട് ചോദിച്ചു, ഉടമ്പടി ഇടക്ക് മുടക്കിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴവളെന്നെ പറഞ്ഞു, അച്ഛാ 2 ആഴ്ച ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് വിഷയം. ഇതാണ് ഫിഡലിറ്റി പോയിൻ്റ് എന്ന് പറയുന്നത്. ഉടമ്പടി എടുത്തു, പക്ഷേ 2 ആഴ്ചയോളം ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ എത്ര 90 ദിവസമല്ലേ? 90 ദിവസത്തിനുള്ളിൽ പിന്നീട് അവർക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ട്. അതുപോലെ രോഗികളെ സന്ദർശനം മുടങ്ങിയിട്ടുണ്ട്. രോഗികൾ വസ്ത്രമില്ലാതെ വസ്ത്രം കൊടുക്കാനുള്ള പദ്ധതി മുടങ്ങിയിട്ടുണ്ട്. ആകെപ്പാടെ അറിയാവുന്നത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമാണ്. ചില ആൾക്കാർ അങ്ങനെ ധരിച്ചിട്ടുണ്ട്. ഉടമ്പടി എന്ന് പറയുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നാൽ മേലോട്ട് വരക്കേണ്ടി വരും മിക്കവാറും. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. അത് കൃത്യമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. പിന്നെ നമ്മളുടെ കോർട്ടിൽ നിന്ന് ആ ബോൾ പോയി. പിന്നെ എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുകയല്ലേ നമ്മൾ ചെയ്യണത്. ഈശോ പറയണത് പോലെ ചെയ്യാവുന്ന, അതെല്ലാം മരിയൻ ഉടമ്പടി എന്ന് പറയണത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ എൻ്റെ സമയം ഇനി സമാഗതമായല്ലോ എന്ന് ഈശോ തിരിച്ച് പറയുമ്പോൾ അതിനെ കൗൺട്രാക്ട് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മ നൽകിയ ജ്ഞാനപരമാണ്
അവൻ പറയണ പോലെ ചെയ്യാൻ, ഈശോ പറഞ്ഞ പോലെ ജീവിക്കാൻ. ഈശോ പറഞ്ഞ പോലെ ജീവിച്ചോളാവുന്നല്ലേ മാതാവിനെ മധ്യസ്ഥയാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ ഉടമ്പടി ചെയ്യണത്. അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കൃത്യമായ ഫലമാണ്. ഞാൻ പറഞ്ഞില്ലേ ആ ആദ്യത്തെ മോളുടെ കാര്യം എന്താണ്, അവിടെ 22 ബിടെക്കിൻ്റെ പേപ്പർ എഴുതിയെടുത്തു, 16 എഴുതിയപ്പോൾ തന്നെ അവർക്ക് കല്യാണമായി. കെട്ടത്തേയില്ല എന്ന പുരുഷവിരോധം കൊണ്ട് നടക്കുന്ന പാർട്ടിയായിരുന്നു, പുരുഷവിരോധം കൊണ്ട് നടക്കുന്ന ആളായിരുന്നു. കാര്യം അവൾക്ക് തന്നെ പുരുഷന്മാരുടെ സ്വഭാവമാണ്, പിന്നെ എങ്ങനെ പുരുഷവിരോധം ഉണ്ടായിരിക്കണത്. എന്നിട്ട് അവളുടെ മനസ്സ് ഈശോ മാറ്റിക്കൊടുത്തു, കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞിട്ട് അവൻ വന്ന് എന്നോട് പറഞ്ഞു, അവൻ വന്ന് അച്ഛാ ഇനി ഞങ്ങൾക്ക് 6 2 4 2 6 പേപ്പർ കിട്ടാറുണ്ട്, അപ്പോൾ ഇനി എഴുതിയെടുക്കാൻ പോവുകയാണിത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇനി കുട്ടികളും കാര്യങ്ങളൊക്കെ പിന്നെ ഈ പേപ്പർ എഴുതിയെടുത്തിട്ട് മാത്രമേ ബാക്കിയുള്ള ബാധ്യത ഏറ്റെടുക്കത്തുള്ളൂ എന്ന് അവൻ എന്നോട് പറഞ്ഞ്. അത് തന്നെ സംഭവം. ഒരു കൊല്ലം കൊണ്ട് ആ പേപ്പറെല്ലാം എഴുതിയെടുത്തു. അപ്പോൾ എപ്പോഴും നീ ശ്രദ്ധിക്കേണ്ട വിഷയം ഏതാണ്, ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ നിൻ്റെ കലിബറിലല്ല അത് വർക്ക് ചെയ്യണത്, ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയിലാണ് അത് വർക്ക് ചെയ്യണത്, ദൈവത്തിൻ്റെ മെരിറ്റിലാണ്, ദൈവത്തിൻ്റെ ഗ്രേസിലാണ് അത് വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഓർക്കണത് ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെരിറ്റ്. Ephesians 2:8 അതിൻ്റെ ഫണ്ടമെൻ്റൽ വേർഡാണത്. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ മെരിറ്റല്ല അവിടുത്തെ പ്രശ്നം, പിന്നെ എന്താണ്, ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യണത്, ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത് എന്താണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ഓരോ കാര്യം നമ്മൾ പറയത്തില്ലേ, അപ്പം അതൊക്കെ എന്താണെന്ന് അറിയണം. ഓരോ കാര്യം ഇപ്പം നമ്മൾ Ephesians 2:8 എന്താണ്, കർത്താവിൻ നിങ്ങളുടെ കഴിവിനാലല്ല ദൈവത്തിൻ്റെ കൃപയാൽ. അപ്പോൾ നമ്മുടെ കഴിവ് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് കഴിവില്ലാണ്ടിരിക്കും, ചില കാര്യങ്ങൾക്ക് കഴിവില്ല, ചിലപ്പോൾ സ്വാധീനമില്ല. ഇപ്പോൾ ഇന്നലെ ഒരു ചെടുത്തി ഒരു സാക്ഷ്യം പറയുമായിരുന്നു, എന്താ പരിപാടി എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഭർത്താവ് ജോലിയില്ല, ഡ്രൈവറാണ്, ജോലിയില്ല. അതാണ് പ്രശ്നം. ടാക്സിക്ക് ഓട്ടമില്ല, കൊച്ചിന് മരുന്ന് വേണം, വീട്ടിൽ ഭക്ഷണം വേണം, കറണ്ട് ചാർജ് അടക്കണം, എല്ലാം കൊണ്ട് നടക്കണില്ല സംഭവം. അപ്പോൾ അതുകൊണ്ട് ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ തോറ്റെന്ന് കണ്ട് അവിടെ മെരിറ്റ് പോയി. മെരിറ്റ് പോയാൽ പിന്നെ എന്താ വർക്ക് ചെയ്യണത്, ഗ്രേസാണ് വർക്ക് ചെയ്യണത്. എപ്പോഴും മെരിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ യോഗ്യത. നമുക്ക് യോഗ്യത, ഇപ്പോൾ സാഹിബന്മാർ വരികയും കൊറോണ ഒന്നുമില്ല, നിറച്ച് ആൾക്കാർ വരികയും ചെയ്യും, അപ്പോൾ ഓട്ടം കിട്ടി കഴിയുമ്പോൾ നമ്മുടെ മെരിറ്റാണത്. മെരിറ്റ് ഇല്ല, നടക്കണില്ല. കൊറോണയുടെ കൂടി കേരളത്തിൻ്റെ എല്ലാവരുടെയും മെരിറ്റ്, ലോകത്തിലെ തന്നെ മെരിറ്റ് പോയിരിക്കുകയും അവരുടെ യോഗ്യത പോയി. ഇനിയിപ്പോൾ എന്താ വർക്ക് ചെയ്യണത്, ഉടമ്പടിയെ വർക്ക് ചെയ്യത്തുള്ളൂ, ഗ്രേസേ വർക്ക് ചെയ്യത്തുള്ളൂ, ദൈവത്തിൻ്റെ കൃപയെ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അതാണ് അത് ചിന്തിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇത് തന്നെയല്ല, ഏതെങ്കിലും വകുപ്പിൽ നിൻ്റെ മെരിറ്റ് പോയി കഴിയുമ്പോൾ നീ ശ്രദ്ധിക്കണം, എന്താണ്, കർത്താവിൻ്റെ ഗ്രേസ് വർക്ക് ചെയ്യാൻ സമയമായെന്ന്. അല്ലാതെ ഒരു പൊക്കം പോയെന്ന് പറഞ്ഞ് പോയി കെട്ടിത്തൂക്കേണ്ട കാര്യമില്ല. അതായത് എപ്പോഴെങ്കിലും നിൻ്റെ ഒരു മെരിറ്റ് പോയാൽ, ഇപ്പോൾ ഈ ചേച്ചി എന്താ പറയണത്, ഞങ്ങൾക്ക് ഒരു ഓട്ടം പോലും കിട്ടണില്ല, 2 കുഞ്ഞുങ്ങളുണ്ട്, ഇത് എങ്ങനെ പോറ്റും. അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ഈ ഒരാഴ്ച ഒരു ഓട്ടം കിട്ടിയാൽ എങ്ങനെ ജീവിക്കണം, റേഷൻ മേടിക്കാൻ പോലും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, നീ ഉടമ്പടി തൈലം എടുത്ത് നിൻ്റെ ഭർത്താവിൻ്റെ കാറിൻ്റെ താക്കോലെ തേച്ച് വെക്കാൻ പറഞ്ഞു. ഇതാണ് ജ്ഞാനം പറയുന്നത്. അവർക്ക് അതിനുള്ള ഫെയ്ത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഇത് എന്ത് പൊട്ടമർത്താണ് ഈ അച്ഛൻ പറയണത്, പിന്നെ ഉടമ്പടി തൈലം എടുത്ത് കാറിൻ്റെ ചാവിയിട്ട് തേച്ചിട്ട് എന്ത് കാണിക്കാനാണ്, ഒന്നും കാണിക്കാനില്ല. കിട്ടിയ വണ്ടിക്ക് വീട്ടിൽ പോയാൽ മതി. നിങ്ങൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഉടമ്പടി നിങ്ങൾക്ക് ഫലമാകാൻ സാധ്യതയില്ല. കാര്യം ഇവരെന്താ ചെയ്തിരിക്കണത്, ഇവർ ഓട്ടമില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ കാറിൻ്റെ ചാവി ഊരിയെടുത്ത് വെച്ചും പ്രാർത്ഥനാ മുറി പോയിച്ചും ഉടമ്പടി തൈലം എടുത്തിട്ട് ഞങ്ങളെന്താ ചെയ്തിരിക്കുന്നത്, ഉടമ്പടി തൈലമല്ലല്ലോ, അതൊരു മീഡിയമല്ലേ, ഞങ്ങളെന്താ ചെയ്തിരിക്കുന്നത്, യേശു കർത്താവാണെന്ന് പറഞ്ഞ് ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഉടമ്പടി തൈലം ബ്ലസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചത്ത് കിടക്കണ കാറ് ഓടാൻ തുടങ്ങും പിന്നീട്. പക്ഷെ അത് ആട്രിബ്യൂട്ട് ചെയ്യണം നമ്മൾ. അവിടെയാണ് എൻ്റെ വിഷയം ഇരിക്കണത്. ചേച്ചി എന്താ ചെയ്തത്, ചേച്ചി ഈ ഉടമ്പടി തൈലത്തെ
കാറിൻ്റെ താക്കോലിൽ ഉടമ്പടി തൈലം തേച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി. യേശു കർത്താവാണെന്ന് പറയുന്ന വേറെ നമ്മൾ എന്താ ചെയ്യണത്? അതിൻ്റെ ബ്രോഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്. എന്താണത്? വിശ്വാസ പ്രമാണമാണ്. അപ്പോൾ വിശ്വാസ പ്രമാണം നിങ്ങൾ കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കുക തന്നെയല്ല, നിങ്ങളത് പ്രോഗ്രാം ചെയ്തിട്ട് വേണം ലോഞ്ച് ചെയ്യാൻ. അല്ലാതെ ആകാശത്തിന് ഭൂമി സൃഷ്ടാൻ കർത്താവ് മിക്കവാറും നാവ് പിഴുത കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാര്യം ദൈവത്തെ കളിയാക്കണതാണത്. നിങ്ങൾ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ വ്യക്തമായിരിക്കണം. അത് എന്താണ് പറയണത് നിനക്കൊരു ബോധം ഉണ്ടാകണം. ആത്മീയത എന്ന് പറയുന്നത് ബേസിക്കായിട്ട് ഇറ്റ് ഈസ് എ കോൺഷ്യസ് ആൻഡ് ഫെയ്ത്ത് ഇസ് എ കോൺഷ്യസ്. അതായത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു ബോധമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അതരം കൊണ്ട് പിന്നെന്താ ചെയ്യണത്? ദൈവം അവനെ മരിച്ചുകൊള്ളുന്ന ഉറപ്പിച്ചതുപോലെ ഈ ചത്ത് കിടക്കുന്ന ഞങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ നിന്ന് കർത്താവേ, നിന്നൽ വിശ്വസിക്കുന്ന കാരണം ഇത് ഉയർത്തെഴുന്നേറ്റ് വരാൻ വേണ്ടിയാണ് ഇവരിത് ചെയ്യണത്. അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. അവരുടെ വിശ്വാസം അവർ പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. ഈ നേർച്ച വസ്തുക്കളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണം കൃത്യമായി ഡിലിജൻ്റായിട്ട് ചെല്ലിയിട്ട് നമ്മൾ ഉറപ്പ് വരുത്തണം. ഡു യു ബിലീവ് ഇറ്റ്? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് നിങ്ങളോട് തന്നെ ചോദിക്കണം. അപ്പോഴാണത് ആക്ടിവേറ്റ് ആകണത്. അല്ലാതെ ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ചെയ്യണതല്ല. അച്ഛൻ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്യണം, അങ്ങനെയല്ല. നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ വിശ്വസിക്കണം. ഡു യു ബിലീവ് ഇറ്റ്? ആം ഐ ബിലീവ് ഇറ്റ്? ഞാനതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിശ്വാസം ഉറപ്പ് വരുത്തണം. എന്നാ പറ്റുമെന്നറിയാവോ? ചേച്ചി നല്ലോണം വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. അത് പെരട്ടിക്കൊണ്ട് താക്കോൽ കൊണ്ട് കൊടുത്തിട്ട് അവർ ഇന്നലെ പറയണത് 1 മാസമായിട്ട് ഓട്ടം നിന്നിട്ടില്ലെന്ന്. അതാ സംഭവം. 1 മാസം ആദ്യം ഒരു വയനാട് ഓട്ടം കിട്ടി. അവിടെ ചെന്നപ്പോൾ വയനാട് ഓടി ചെന്നിട്ട് റിട്ടേൺ അടിക്കുന്ന സമയത്ത് അവിടെ നിന്നൊരു കണ്ണൂർ ഓട്ടം കിട്ടി. 6000 രൂപയുടെ ഓട്ടം കിട്ടി. അപ്പോഴേ അതാണ് അവർ പറയുന്നത്, പിന്നെ ഇങ്ങോട്ട് ഓട്ടമാണ് എന്ന് വെച്ചാൽ. അപ്പോൾ എനിക്ക് മനസ്സിലായ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും കർത്താവ് ഇടപെടും. കാര്യം എന്താണ്? കർത്താവ് എല്ലാമാണ്. കുറച്ച് മനസ്സിലായില്ലേ ജീവിതത്തിന്? അപ്പം നിങ്ങൾ ഓർക്കണം എന്താണെന്ന്, ഇതൊക്കെ ദൈവത്തോട് പറയണ. ഓട്ടം കിട്ടുമ്പോൾ ഓട്ടം വരുമ്പോൾ ഓട്ടം പോകും, അത്രയല്ലേ ഉള്ളൂ. ഓട്ടം കിട്ടിയിലേക്ക് പോയത് കിടന്ന് ഉറങ്ങും, അത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെ അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ ഇത്രയല്ലേ ഉള്ളൂ ആ രീതിയിലായിപ്പോയില്ലേ? അങ്ങനെ അല്ല, അത്രയല്ല സംഭവം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി യേശുവിനെ കൂടി കൂട്ടണം അതിൻ്റെ കൂടെ. അതാണ് കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും. 16 നമ്മൾ വായിച്ചില്ലേ? മർക്കോസിൻ്റെ 16:20 എന്താ വായിച്ചത്? ഒന്ന് പറഞ്ഞേ. കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. കർത്താവ് ചെയ്യണ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾ ഉടമ്പടി അവൻ പറയണ പോലെയല്ലാണ് നമ്മൾ ചെയ്യണത്, അല്ലേ? ഇവിടെ അവൻ പറഞ്ഞ പോലെ ചെയ്തോളാവുന്നതാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഇനി കർത്താവ് ചെയ്യണ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണത്? അതെന്താ പറഞ്ഞത്? അത് മർക്കോസ് 16:20 കർത്താവ് എന്താ ചെയ്യണത്? കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും. ഒന്ന് പറഞ്ഞേ. രണ്ടാമത്തത് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പൊ കർത്താവ് പറഞ്ഞ വചനങ്ങൾ അവൻ പറഞ്ഞതുപോലെ ചെയ്യാനല്ലേ അമ്മ പറയണത്, അല്ലേ? വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അമ്മ എന്താ പറയണത്? ഇല്ല, എന്തെങ്കിലും ഇല്ലായ്മ വന്ന് വീടില്ല, വസ്ത്രമില്ല, കുഞ്ഞുങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്താ പറയണത്? അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കും, ഒരു കുഴപ്പമില്ലെന്ന് പറയും, ജോലിയും കിട്ടും. ഇപ്പം ഇന്നലെ ഒരു പയ്യൻ, ഇന്നലത്തെ സാക്ഷ്യങ്ങളാണ് ഇതെല്ലാം. യവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉടമ്പടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ വിശ്വാസത്തിൽ സ്വല്പം ഒരു പാളിച്ച വന്നു. പയ്യൻസാണ്, ചെറിയൊരു പാളിച്ച. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൽ അവൻ സ്വയം അതിൻ്റെ അകത്തുനിന്ന് റിലീവ്ഡായി. എന്നിട്ട് എന്നാ ചെയ്ത്? ഉടമ്പടി എടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കക്ഷിക്ക് 2 കൊല്ലമായിട്ട് ജോലിയില്ല. പുള്ളിക്കാരൻ പഠിച്ചിരിക്കുന്നത് നാവിഗേഷനാണ്. എന്താണ്? ഈ മർച്ചൻ്റ് നേവിയാണ് പഠിച്ചിരിക്കുന്നത്, കച്ചവട കപ്പലില്ല. പക്ഷേ അതിന് കൊറോണ അത് കാരണം കപ്പലൊന്നും പോണില്ല, അവന് ജോലിയില്ല. 2 കൊല്ലമായിട്ട് അവൻ വീട്ടിൽ നിൽക്കുകയാണ്. ഈ വീട്ടിൽ നിന്ന കാലം കൊണ്ട് പാവത്തിൻ്റെ വിശ്വാസം പോയി. അതാണ് സംഭവം. അവൻ മർച്ചൻ്റ് നേവിയിലാണ് അവൻ്റെ ജോലി, അവൻ പഠിച്ചിരിക്കുന്നത് അതാണ്. പക്ഷേ കൊറോണ വന്നപ്പോൾ കപ്പലെല്ലാം നങ്കൂരം അടിച്ച് തുറമുഖത്ത് ഇങ്ങനെ വെയിലും മഴയും കൊണ്ട് കിടക്കുകയാണ്, ഓട്ടമില്ല.
അതോടുകൂടി അവന് വിളിയുമില്ല, ജോലിയുമില്ല. 2 കൊല്ലം വീട്ടിൽ നിന്നപ്പോൾ പാവത്തിൻ്റെ എന്താ പറ്റിയത്? വിശ്വാസം പോയി. അത് വലിയ പ്രശ്നമാണ്. അതിനുശേഷം പുള്ളിക്കാരൻ വന്ന് ആരോ കൂട്ടുകാരൻ പറഞ്ഞ്, എടോ ഇപ്പോൾ കൃപാസനമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്, ഓൺലൈനിൽ ഉടമ്പടി എടുക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ എന്ത് പ്രശ്നം, ഈ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനോടൊക്കെ ഓൺലൈൻ ഉടമ്പടി എടുക്കുക എന്ന് പറയുമ്പോഴേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു പ്രോബ്ലം ഉള്ളത്, ഇപ്പോൾ ഒരു പ്രൊഫഷണൽ നേഴ്സിംഗ് പ്രൊഫസർ അവർ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, വയറിന്, എൻ്റെ കുഞ്ഞിന്. അപ്പോൾ കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞ് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. എനിക്കെൻ്റെ ലോജിക്ക് മനസ്സിലാകണില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം, ഞാൻ ഈ അന്യരാജ്യത്ത് നിന്നുകൊണ്ട് ഈ കമ്പ്യൂട്ടറിൽ കയറിയിട്ട് ഞാനിങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്താൽ എങ്ങനെയാണ് എൻ്റെ കൊച്ചിൻ്റെ വയറിൻ്റെ ഇത് ഓട്ടോ ഇമ്മ്യൂണിനാണ്, കുടലിൻ്റെ കോശങ്ങൾ തന്നെ കുടലിനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൊച്ചു അപ്പം ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എല്ലാ സൈറ്റിലും ചെന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള രോഗികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്, ഞാൻ 3 മാസം അത് തന്നെ ട്രെയിൻ ചെയ്ത് പോയി. പക്ഷേ ഡോക്ടർ പറയണത് ഇത് നമുക്ക് ഹോപ്പുള്ള കേസല്ല എന്ന്, അടുത്ത കുഞ്ഞിനെ ട്രെയിൻ ചെയ്യണമെന്നാണ് പറയണത്. അതാണ് എൻ്റെ രീതിയിൽ പോണത്. അപ്പോൾ ഉടനെ പക്ഷേ ഇവളുടെ അമ്മ വിടത്തില്ല. അമ്മയുടെ വിശ്വാസ നിലവാരം വേറെയാണ്. അമ്മ പറഞ്ഞു, എടി മോളെ ഇത് കുഴപ്പമില്ല, അനേകം മക്കളെ മാതാവ് സഹായിക്കണമാണ്, മാതാവ് വേണമെങ്കിൽ സഞ്ചരിച്ച് അവിടെ വരും ഉടമ്പടി അപ്പോൾ സഞ്ചാരി മാതാവാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇവളെന്നാ ചോദിച്ചു, ഓൺലൈൻ ഉടമ്പടി എടുക്കും. ഓൺലൈൻ എടുത്ത് ഇത് കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യമാണ് കേട്ടോ. അത് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് അത് നമ്മുടെ ഓൾറെഡി അപ്പ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലുണ്ടത്. അതായത് അവൾ ഉടമ്പടി എടുത്ത ശേഷം അവൾ അമ്മയോട് പറയും, അമ്മേ നാട്ടിൽ വന്ന് എൻ്റെ കുഞ്ഞ് സുഖപ്പെടുമെങ്കിൽ ഞാൻ നാട്ടിൽ വന്ന് ആദ്യം വന്ന് ഈ പെലിഗ്രിം ഉടമ്പടി ചെയ്തോളാം എന്ന് പറയും. അതായത് നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യണത് തീർത്ഥാടന ഉടമ്പടിയാണ്, മറ്റത് ഓൺലൈൻ ഉടമ്പടിയാണ്. അപ്പോഴെന്താ ഇവിടെ ചെയ്തോളാമെന്ന്, അത് ചെയ്തോളാമെന്ന് പറഞ്ഞ് അവൾ പിന്നെ നാട്ടിൽ വന്ന് ഇവിടെ വന്ന് ചെയ്തിട്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി കുഞ്ഞിൻ്റെ വയറിൽ പുരട്ടി കൊടുത്തു, വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി കൊടുത്തു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഈ രക്തപ്പോക്കും എല്ലാ സാധനവും സ്റ്റോപ്പായി, കുഞ്ഞിപ്പോൾ ഒക്കെയായി. അവൾ ഒന്ന് സാക്ഷ്യം പറഞ്ഞു. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൾ ഇവിടെ ഇപ്പം സാക്ഷ്യം പറഞ്ഞ കൂട്ടത്തിൽ എന്താ പറയണത്, എനിക്കിത് എങ്ങനെയാണിത് വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നവർ. കാര്യം വെച്ചാൽ ആലപ്പുഴ വന്ന ഒരു വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം അവിടെ ഇങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ ഫ്രാൻസിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ഇരിക്കുന്ന കുഞ്ഞെങ്ങനെ സുഖപ്പെടുന്നത്, അതിൻ്റെ ലോജിക്ക് എനിക്ക് പിടികിട്ടില്ലെന്നാണ്. ഇതിവിടെ ലോജിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പൊട്ട ബുദ്ധി കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ്. മറിച്ച് അതല്ല വിശ്വാസം ചെയ്യണത്. വിശ്വാസം നീതിമാൻ ആരാണ്? ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ച് അവൻ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളെയാണ് ബൈബിൾ നീതിമാൻ എന്ന് വിളിക്കുന്നത്. ഒന്ന് പറഞ്ഞ്, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഒന്നിട്ട് പറഞ്ഞേ, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ജീവിക്കും എന്ന് വെച്ചാൽ അതിജീവിക്കും എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോഴെന്താണ്, അവൻ പറയണ പോലെ ചെയ്യുന്ന ആളിനെയാണ്, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ആളിനെയാണ് ബൈബിൾ എന്ത് പറയണത്, നീതിമാൻ എന്ന് പറയണത്. നീതിമാൻ എങ്ങനെ ജീവിക്കണത്? നീതിമാൻ്റെ ലോജിക്ക് എന്താണ്? വിശ്വാസമാണ് ലോജിക്ക്. ഫെയ്ത്ത് ഈസ് അവർ ലോജിക്ക്. ഈ കോവിഡ് പ്രമാണിച്ച് ഈ മർച്ചൻ്റ് നേവിയുടെ കപ്പലുകളെല്ലാം കെട്ടിയിട്ട് കഴിഞ്ഞപ്പോഴേ പാവപ്പെട്ടവൻ്റെ ജീവിതം നാട്ടിലായിപ്പോയി, കരയിലായിപ്പോയി. പക്ഷേ വിശ്വാസം കുറഞ്ഞ്, പ്രാർത്ഥനയില്ല, പള്ളിയില്ല, കുർബാനയില്ല, വിശ്വാസം കുറഞ്ഞ്. പിന്നെ എന്താ അവൻ ചെയ്തിരിക്കണത്? അവൻ ഓൺലൈൻ, കൂട്ടുകാർ പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി എടുത്താൽ, കൃപാസനം അടച്ചിട്ടിരിക്കുകയാണെങ്കിലും കോവിഡ് ആണെങ്കിലും ഓൺലൈൻ ഉടമ്പടി എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ അവന് എൻ്റെ കാര്യങ്ങൾ അത്രയ്ക്ക് പിടികിട്ടില്ല. ഓൺലൈൻ ഉടമ്പടി എടുത്ത് എന്നോടും ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ ഫോൺ ചെയ്ത്, ഇത് പഴയ നമ്മുടെ അസൽ ഉടമ്പടി പോലെ വർക്കൗട്ട് ചെയ്യുമോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. കാര്യം എന്താ, ഇതിൻ്റെ ആസ്തി എന്ന് പറഞ്ഞാൽ ലൈറ്റെക് ആൻഡ് പെയർ റിക്വസ്റ്റാണ് ആദ്യം ഉണ്ടായിരുന്നത്, അതിപ്പോഴും ഉണ്ട്. അതിൻ്റെ ആസ്തി എന്ന് പറയുന്നത് കൃപാസനത്തിൻ്റെ 35 കൊല്ലത്തെ പ്രെയറാണ്, അല്ലാതെ അപ്പോഴപ്പോഴുള്ള പ്രെയറല്ല. ഇതിൻ്റെ ആസ്തിയുണ്ട്. അതായത് ലോകത്ത് ആർക്കും ഇല്ലാത്ത ആസ്തിയുള്ള ധ്യാനകേന്ദ്രമാണിത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു കൃപാസനം ഇവിടെ സ്ഥാപിക്കുന്നത് 90-ലാണത് ഞങ്ങൾ ശുശ്രൂഷ തുടങ്ങിയത്. അന്ന് കടലിൽ കൺവെൻഷൻ നടത്തുമായിരുന്നു. 10 കൊല്ലം കടലിൽ കൺവെൻഷൻ നടത്തി. ആ 10 കൊല്ലം കടലിൽ കൺവെൻഷൻ നടക്കണമെങ്കിൽ 120 പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ, അത് ഏതാണ്ട് 60 ദിവസത്തോളം മധ്യസ്ഥ പ്രാർത്ഥന നടക്കണം. അതിൻ്റെ ആസ്തിയുണ്ട്. അതുകൂടാതെ ഇവിടെ വന്ന് 2000 തുടങ്ങിയതിന് ശേഷം പിന്നെ ജപമാല റാലികളാണുള്ളത്. അഖണ്ഡ ജപമാല ധ്യാനം, ജപമാല മധ്യസ്ഥ പ്രാർത്ഥന, അതെല്ലാം
അഖണ്ഡ ജപമാലയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 മണി ജപമാല. അങ്ങനെ ഒരു വർഷം മുഴുവനും 2003 ഒരു വർഷം മുഴുവൻ ഇവിടെ അഖണ്ഡ ജപമാല നടത്തി. രാത്രിയും പകരം 360 ദിവസവും 24 മണിക്കൂർ. പിന്നെ കൂടാതെ എല്ലാ വർഷവും 1 ലക്ഷം 1.5 ലക്ഷം ഏറ്റവും അവസാനം 1.5 ലക്ഷം പേരാ പങ്കെടുത്ത് അർത്തിങ്കേ വരെ ഞങ്ങൾ 22 കിലോമീറ്റർ ഈ 1.5 ലക്ഷം പേര് ജപമാല ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കും. ഇതെല്ലാം കൃപാസനത്തിൻ്റെ ആസ്തിയാണ്. ഈ ആസ്തിയൊക്കെ വെച്ചിട്ടാണ് ലൈറ്റക്കാരൻ്റെ പെരക്രിസ്റ്റ് ഓക്കെ ആക്കണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളവിടെ എഴുതിയിട്ടുണ്ട്, ഇതാണ് കൃപാസനത്തിൻ്റെ ആസ്തി. ലോകത്ത് ഒരിടത്തും ഇല്ലാത്തൊരു ആസ്തിയാണിത്. അമ്മ പ്രത്യക്ഷപ്പെട്ടെന്ന് പറയണപ്പോൾ ഇതുമായിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഭാഗമാണ്. ഇത്രയും ആസ്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും അമ്മ പ്രത്യക്ഷപ്പെടും. ഒരു നിസ്സാരമായൊരു കാര്യമാണത്. ദൈവത്തിൻ്റെ പഞ്ഞമൊന്നുമില്ല. ദൈവമേന്ന് പറഞ്ഞ് ജീവിച്ച് നടക്കുന്ന ആൾക്കാർക്ക് മുമ്പിൽ ദൈവം എപ്പോഴും പ്രത്യക്ഷനാണ്. അത് ബൈപ്പേഴ്സൺ പറഞ്ഞെങ്കിൽ ബൈപ്പേഴ്സൺ വരും. സഞ്ചാരി മാതാവെന്ന് അതിന് പറയണത്. നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഇപ്പം മെനന്നത്തെ സാക്ഷി എന്താ, അവൾക്ക് ഇതുപോലെയുള്ള ക്യാൻസർ ഡിസീസാണ്. അപ്പോൾ ഭർത്താവ് കണ്ണീരോടെ ഇരുന്നതിൻ്റെ അരികെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത് ലൈറ്റൊക്കെ അതിൻ്റെ പെർ റിക്വസ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഭർത്താവ് നോക്കുമ്പോൾ ഇവളുടെ പുതപ്പിച്ചിരുന്ന കരി നിറമുള്ള കറുത്ത പുതപ്പ് സിൽവർ ഗ്രേ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. പെട്ടെന്ന് മാതാവ് അവിടെ എത്തുകയാണ്. മാതാവ് എത്തി അടയാളം കാണാൻ പറ്റും ഉടനെ. ഭർത്താവ് നോക്കിയിരിക്കുമ്പോൾ കറുത്ത പുതച്ച് കിടക്കുന്ന സ്ത്രീയുടെ ആ പുതപ്പ് പെട്ടെന്ന് കൃപാസനം മാതാവിൻ്റെ സിൽവർ ഗ്രേ കളറായിട്ട് ചേഞ്ച് ചെയ്യും. പെട്ടെന്ന് ഇവൾ എഴുന്നേൽക്കുമ്പോൾ ചോദിക്കും അപ്പോൾ അവൾ പറയും ഒരു മദർ തെരേസ. അപ്പോൾ ഇവൾ ഉറങ്ങിക്കിടക്കുക എന്ത് പറഞ്ഞു, മദർ തെരേസയുടെ കന്യാസ്ത്രീ വന്നിട്ട് എന്നോട് ചോദിച്ചു ഈശോനെ സ്വീകരിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. കണ്ണു തുറന്നപ്പോൾ പറഞ്ഞു അത് അല്ല, ആ അമ്മയാണത്. ഭർത്താവ് കരി നിറമുള്ള പുതപ്പ് സിൽവർ ഗ്രേ ആയ സമയത്ത് തന്നെ ഇവൾ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുകയാണ്. മദർ തെരേസയുടെ കന്യാശ്രമത്തിൽ ചോദിക്കണേ ഈശോനെ സ്വീകരിക്കണില്ലേ. അപ്പോൾ പറഞ്ഞു ഉണ്ടല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ എന്തുവാ, അതോടുകൂടി രോഗം മാറിയ ആളുടെ ഇത്രയും സ്പീഡിന് സഞ്ചാരി മാതാവെന്ന് പറയും. സഞ്ചാരി മാതാവെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അനുഭവമാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി എടുക്കുമ്പോൾ സഞ്ചരിച്ച് നിങ്ങളുടെ കൂടെ വരികയാണ്. അത് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറപ്പാട് അത് ഓഫറിങ് ഉള്ളതാണ്. ഉടമ്പടി ഓഫറിങ് ഉള്ളതാണത്, ദൈവം കൊടുത്തതാണത്. മോസസിനോട് പറഞ്ഞില്ലേ പുറപ്പാട് 33:14 വചനം. അത് എപ്പം മറന്നു പോകരുത്. ഓഫറിങ് അതായത് പാക്കേജിലുള്ളതാണ് ഉടമ്പടി. നീ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. അപ്പം അത് എല്ലായിടത്തും ഒരു എംബസി വരും. എവിടെയെല്ലാം നിനക്ക് പ്രയാസമുണ്ട് അവിടെയെല്ലാം ബൈ പേഴ്സൺ അമ്മ വരും. അപ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ വരവിൻ്റെ സന്ദേശങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കണം മക്കളെ. ഇത് ദൈവം പുതുതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു നിധി പോലുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ബൈബിളിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രോമിസിങ് കൊടുത്തിട്ടുണ്ടോ, വാഗ്ദാനം നടത്തിയിട്ടുണ്ടോ, അതെല്ലാം ഈ ഉടമ്പടി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മർച്ചൻ്റ് നേവി പയ്യൻ്റെ പ്രശ്നം എന്താ, അവൻ ഈ ആസ്തികളിലേക്കാണ് ഉടമ്പടി അവൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ഓൺലൈൻ ഉടമ്പടി ചെയ്യണത്. കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷിയാണ് കേട്ടോ. അതായത് ചെയ്ത് കഴിയുമ്പോഴും ഉടനെ കഴിഞ്ഞ ആഴ്ചത്തെ ഇന്നലത്തെ സാക്ഷിയാണ്. അതായത് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ ഇവൻ ധ്യാനം കൂടാൻ തുടങ്ങും. ധ്യാനം കൂടി വന്നപ്പോൾ എല്ലാ കാര്യത്തിനും തീരുമാനമായി. വിശ്വാസമെല്ലാം തിരിച്ചു വന്നു. പ്രാർത്ഥനാ ജീവിതം കറക്റ്റ് ചെയ്തു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 മാസം കൊണ്ട് ആ ഉടമ്പടി തീരുന്ന മുമ്പ് തന്നെ കർത്താവ് ഇവനെ വീണ്ടും കപ്പലിലേക്ക് വിളിച്ചു. എന്നിട്ട് 8 മാസത്തെ കപ്പൽ ജോലിയും കഴിഞ്ഞിട്ടാണ് അവൻ ഇന്നലെ വന്ന് സാക്ഷ്യം പറയണത്. അപ്പോൾ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാമാണെന്ന് കപ്പൽ ജോലിക്കാരന് കപ്പൽ ജോലി, രോഗിക്ക് ആശ്വാസം, ഇങ്ങനെ എന്തെല്ലാം OIT-കാരന് OIT, IELTS-കാരന് IELTS, ഇതിങ്ങനെ ഓരോ ആവശ്യം, വീട് വിൽക്കണോ, സ്ഥലം വിൽക്കണോ, അത് വീട് വാങ്ങിക്കണോ. ഇപ്പോൾ ഇന്നലത്തെ സാക്ഷ്യം എന്താണ്, അവിടെ പ്രളയം കയറിയപ്പോൾ സ്ഥലമാണ്. പ്രളയം കയറിയിട്ട് അവിടെ ഇനി പൊറുക്കാൻ പറ്റത്തില്ല. 2010 ഇന്നലത്തെ സാക്ഷ്യമാണ് വയനാടുകാരുടെ. അതായത് പ്രളയം കയറിപ്പോയി. പ്രളയം കയറിയപ്പോൾ എന്നാ പറ്റിയത്, ആറ്റുവെള്ളം കയറിയിട്ട് 2018 വെള്ളം കയറി, 2019 വെള്ളം കയറി. അപ്പോൾ ആ സ്ഥലം മുഴുവനും വിൽക്കാൻ പറ്റാത്ത കണ്ടീഷനായി. മകൾ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴേ, അവളെ കെട്ടിച്ചുവിട്ട മോളാണ്, അപ്പൻ്റെ സ്ഥലം വിൽക്കാത്ത സ്ഥലവും കൂടി ഉടമ്പടി വെച്ച് വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അപ്പനെ വിളിച്ചൊരുത്തൻ നിങ്ങളുടെ സ്ഥലം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ച്. അത് 3 ദിവസം കൊണ്ടാണ്, എത്രയോ കാലമായിട്ട് വിൽക്കാത്ത സ്ഥലമാണ്, 3 ദിവസം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ സ്ഥലം കൊടുക്കുന്നുണ്ടോ?
അപ്പം പറഞ്ഞ് കൊടുക്കണ്ടല്ലോ, എന്നാ വേണ്ടി വരുമായിരിക്കും? 20 ലക്ഷം വേണ്ടി വരും എന്ന് പറഞ്ഞ്. 20 ലക്ഷത്തിന് സ്ഥലമുണ്ട്, 17 തരാമെന്ന് പറഞ്ഞു. അന്ന് ഉറപ്പിച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിലാണ് വിഷയം. എന്ത് ബ്ലോക്കി കിടക്കുന്ന സംഭവമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയെ ബൂസ്റ്റ് ചെയ്ത് തരണതെല്ലാം അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഉടമ്പടി വെച്ചിരിക്കുന്ന IELTS പാസ്സാക്കണേ, സ്ഥലം വിറ്റ് മാറണമെന്ന് പ്രാർത്ഥിക്കരുത്. മറിച്ച് എന്താണ്? അമ്മയുടെ ഒന്ന് പ്രാർത്ഥിച്ച്, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി എന്നെയും മാറ്റണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ അമ്മേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വ്യത്യസ്തമായ സംഭവം കണ്ടില്ലേ നിങ്ങൾ? സ്ഥലം വിൽപ്പന, വീട്, ക്യാൻസർ, ജോലി, ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടക്കണം? എന്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കണം? എന്തുകൊണ്ടാണ്? അതായത് ക്രിസ്തു എല്ലാമായതുകൊണ്ടാണ്. ഉടമ്പടിയിൽ എല്ലാ സമയത്തും ഞാൻ വിട്ടുമാറാതെ പറയുന്നൊരു സംഭവമാണ്. എന്താണ്? ക്രിസ്തു എല്ലാമായതുകൊണ്ടാണ്. അതാണ് കൊളോസ്യസ് 3:11, ക്രിസ്തു എല്ലാമാണ്. ഒന്ന് പറഞ്ഞേ, ക്രിസ്തു എല്ലാമാണ്. ക്രിസ്തു എല്ലാമാണ്. ക്രിസ്തു എല്ലാമാണ്. എല്ലാവരിലുമാണ്. എല്ലാവരിലുമാണ്. ഉടമ്പടി എടുക്കുമ്പോഴേ എന്താണ് കിട്ടണത്? ക്രിസ്തുവിനെയാണ് കിട്ടണത്. മനസ്സിലായില്ലേ? അല്ലാതെ ഞങ്ങൾ വീട് വിറ്റു, അല്ല സ്ഥലം വാങ്ങി, നിങ്ങൾ വിദേശത്ത് പോയി എന്നല്ല പറയേണ്ടത്. ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടിയെന്നാണ് പറയേണ്ടത്. ഇവിടെയാണ് ആൾക്കാർക്ക് തെറ്റിപ്പോണത്. നിങ്ങൾ ഓർക്കണം, ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയെന്നാണ് ആൾക്കാർ പറയണത്. അനുഗ്രഹം അല്ല കിട്ടിയത്. ആക്ച്വലി യു ഗോട്ട് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് കർത്താവിനെയാണ് കിട്ടിയത്. ഒരു മനുഷ്യൻ്റെ ഭൗതികവും ആത്മീയവുമായ എല്ലാത്തിനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഫുൾ ആൻഡ് ലാസ്റ്റ് ഓപ്ഷനാണ് ജീസസ് ക്രൈസ്റ്റ്. കൈയിട്ടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. നമ്മളിപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം ഉണ്ടായി. ഈ ദർശനം എന്ന് പറയുന്നത് തൊലി പൊളിച്ച ഒരു തവള, അതാണ് ദർശനം. അതിലൂടെ പരിശുദ്ധാത്മ പറയണത് നിരങ്ങണ കൊച്ചാണ്. പക്ഷേ കുഞ്ഞിൻ്റെ ശരീരത്ത് മുഴുവനും ഇങ്ങനെ എന്തോ ഒരു പാട പോയിട്ട് അലർജി പോലെയുള്ള ഒരു വിസർപ്പം പോലെയുള്ള എന്തോ ത്വക്ക് രോഗമാണ്. പക്ഷേ കുഞ്ഞിൻ്റെ മുട്ടുകളൊന്നും അനങ്ങണില്ല, നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് ഉള്ള അവസ്ഥ. ഇതുപോലെ നിൽക്കാൻ പറ്റാത്തവരെ, അതായത് വാദമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ത്വക്ക് രോഗമോ മൂലം, അതായത് തലയിലുള്ള കൊച്ചിൻ്റെ തല കാണാനില്ല. ഇതിൻ്റെ അകത്ത് ദർശനത്തിൽ തലയില്ല. ദാറ്റ് മീൻസ് തലയിലുള്ള എന്തെങ്കിലും ഞരമ്പിൻ്റെ തലച്ചോറിൻ്റെ കുഴപ്പം കാരണം അവയവങ്ങൾ പ്രവർത്തിക്കാത്തവരെ കർത്താവ് ഇപ്പോഴും സ്പർശിച്ചുകൊണ്ട് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴേ ക്രിസ്തു എല്ലാമാണെന്ന് പറയുമ്പോഴും ബേസിക് ക്രിസ്തു നമ്മളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴും, ഉടമ്പടി വഴി ക്രിസ്തു നമ്മളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴും, ഇൻ വാട്ട് ഫോം ജീസസ് കമ്മിങ് ടു അസ്, നമ്മളിലേക്ക് എങ്ങനെയാണ് ക്രിസ്തു എന്ത് ഫോമിലാണ് വരണത്? അത് നമുക്കറിയാം. ജീസസ് നമ്മളിലേക്ക് വരുന്നത് ഒറ്റ ഫോമിലാണ്. എന്താണ്? പവർ ഫോമിലാണ് വരുന്നത്. ജീസസ് ഒരേ സമയം വ്യക്തിയുമാണ്, പിന്നെ ആരാണ്?
ശക്തിയുമാണ്. പക്ഷെ നമ്മളിലേക്ക് വരുന്നത് എന്ത് ഫോമിലാണ്? പവർ ഫോമിലാണ് വരുന്നത്. എന്നുവെച്ചാൽ ശക്തിയുടെ രൂപത്തിലാണ്. കൊളോസ്യസ് 1:24 യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനവും പറഞ്ഞ് യേശുക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും. ദൈവത്തിന്റെ അപ്പം ശക്തിയും. ദൈവം ബേസിക്കായിട്ട് എന്താണ്? സത്തയിൽ അവൻ ശക്തിയാണ്. ക്രിസ്തു എല്ലാമാണെന്ന് പറയുമ്പോൾ നിൻ്റെ ബലഹീനമായ എല്ലാ സാഹചര്യങ്ങളിലേക്കും ക്രിസ്തു വരും. അതുകൊണ്ട് രക്തസ്രാവക്കാരിയോട് പറയണില്ലേ, ആരാണ് എന്നെ തൊട്ടത്? അപ്പോൾ അപ്പോസ്തലന്മാർ ചോദിക്കും, എല്ലാവരും നിന്ന് തിക്കി ഞെരുക്കുകയില്ലേ അല്ലെന്ന് പറയുക. എല്ലാവരും തിക്കി ഞെരുക്കേണ്ട കാര്യമൊന്നുമില്ല. വിശ്വാസമുള്ളവൻ ഞെരുക്കുമ്പോഴാണ് ശക്തി വരണത്. അതാണ് വിഷയം. അപ്പോൾ ആരും എന്നെ തൊട്ടു എന്ന് പറഞ്ഞപ്പോൾ എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നു. 8:46. അപ്പോൾ ക്രിസ്തു നമ്മളിലേക്ക് വരുന്ന ശക്തിയുടെ രൂപത്തിലാണ്. അതുകൊണ്ടാണ് രക്തസ്രാവങ്ങളും അരിശസ്സും PCOD ഒക്കെ സുഖപ്പെടാൻ കാര്യം അതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഓൺലൈൻ ആരാധന കൂടുമ്പോഴും PCOD ഉള്ളവരും അരിശസ് ഉള്ളവരൊക്കെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം. ഓൺലൈൻ ആരാധന കൂടുമ്പോഴും ശ്വാസകോശ രോഗമുള്ളവരും, നെഞ്ചത്ത് കൈവച്ച് ഹൃദയ രോഗമുള്ളവരും, കരൾ രോഗമുള്ളവരും, ബിൽറൂബിനൊക്കെ എല്ലാം, അതുപോലെ കിഡ്നി ആണെങ്കിൽ ക്രിയാറ്റിൻ എല്ലാം നോർമലായി കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തോടു കൂടി നമുക്ക് പ്രലോങ് ചെയ്യാൻ പറ്റും. കാര്യം അത് അച്ഛൻ അങ്ങനെ പറയുന്നത് കൊണ്ട് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കാലങ്ങളിലെല്ലാം ആൾക്കാർ പറഞ്ഞ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ന് യൂട്യൂബ് നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സാക്ഷ്യമുള്ളത് എവിടെയാണ്? കൃപാസനത്തിൻ്റെ വെബ്സൈറ്റിൽ യൂട്യൂബിലാണ് ഉള്ളത്. അത് നിങ്ങൾ ഒരു സിനിമാ നടൻ കയറി കൊത്തില്ലേ, എന്താ പറഞ്ഞത്? ഞാനൊരു തേങ്ങായും ഞാൻ 12 വയസ്സിൽ കിഡ്നി രോഗം വരുന്ന ആന കൂന കല്ലാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എന്നിട്ട് ഒരു തേങ്ങയും നടന്നില്ലെന്ന് പറഞ്ഞു. അയാളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമ്മൾ 3 സാക്ഷി വിട്ട് കല്ല് തെറിച്ച് പോണത്. ഉടമ്പടി ചെയ്യുമ്പോൾ കിഡ്നിക്കല്ല് തെറിച്ച് പോണത്, കിഡ്നിക്കല്ല് മൂത്രം ഒഴിക്കുമ്പോൾ കൈ കിട്ടണത്. അല്ല, എത്ര സാക്ഷ്യം കിട്ടണേ? എത്ര നിങ്ങൾ കണ്ടില്ലേ? അത് 2 ലക്ഷം പേര് കണ്ടിട്ടുണ്ട് ആ സാക്ഷ്യം. നിങ്ങൾ പോകണം നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ശക്തിയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ ശക്തി വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? ഈ ശക്തി എപ്പോഴും, എപ്പോൾ നമ്മളും ശക്തിയായിട്ടിരുന്ന പണിയായിരിക്കും. നമ്മളിത്തിരി ബലഹീനമാകണം, എളിമപ്പെടണം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതിൻ്റെ മെക്കാനിസം പഠിക്കണം. ക്രിസ്തു ശക്തിയാണ്, കൊളോസ്യസ് 1:24. പക്ഷെ നമ്മൾ ശക്തിയായിട്ടിരിക്കും. അത് നമ്മൾ ശക്തിയായ എന്ത് ശക്തിയായിരിക്കും? അത് ലോകത്തിൻ്റെ ശക്തിയായിരിക്കും. മസിൽ പവർ, മണി പവറൊക്കെ ആയിരിക്കും അല്ലേ? മസിൽ പവർ, മണി പവർ. പിന്നെ ചില ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ ഉള്ള കാരണം പിന്നെ എനിക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കണ്ടാൽ മതി, സെല്യൂട്ട് ചെയ്തുകൊണ്ട് എടുക്കുമെന്ന് പറയും. ദാറ്റ്സ് ഓക്കെ. ചിലർ പറയും, എനിക്കെന്തിനാണ് പ്രാർത്ഥിക്കണം? ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ പഠിച്ചു, എനിക്ക് ബുദ്ധിയുണ്ട്, ഞാൻ ജോലി ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടും, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, കൊണ്ട് കൊടുത്താൽ മതി, അപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടും, എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ അയ്യോ ഭാവികളും വിവരമില്ലാത്തവന്മാരല്ലേ പത്തിയും കൊണ്ട് നടക്കണം, അതൊക്കെ കുറച്ച് പേരുടെ വയറ്റിപ്പഴപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഉടായ്പ നിരീശ്വരവാദികളും പറയും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു അനുഗ്രഹം കിട്ടുക എന്നുള്ളത് വെറും നിസ്സാരമാണ്. കർത്താവ് എന്താ പറഞ്ഞത്? ദുഷ്ടൻ്റെ മേൽ ഞാൻ അനുഗ്രഹം തരും. അതിനിപ്പോൾ വിശ്വാസി ആയിരിക്കണം നിർബന്ധമില്ല. എലിമാസ് പറയുന്ന, ജോബിനോട് പറയുന്ന തർക്കങ്ങളൊക്കെ ഭയങ്കര രസമാണ് ബൈബിളിലെ. എലിഫാസ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്, ജോബിന്. എലിഫാസ് അയാൾ ജോബിനോട്, അയാളിങ്ങനെ രോഗം പിടിച്ചിരിക്കുന്ന സമയത്ത് പോയി കുറേ തർക്കം പറയും. തർക്കം പറയുമ്പോൾ ജോബിനോട് എലിഫാസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് അത്? കർത്താവ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടൻ്റെ മേൽ ഞാൻ, ഏത് നിരീശ്വരവാദി ആയാലും ശരി, ഞാൻ അവനെ അനുഗ്രഹിക്കും. ഒരു യുക്തിവാദിയായാലും നിരീശ്വരവാദിയായാലും ദൈവത്തെ അംഗീകരിക്കേണ്ട അല്ലെങ്കിലും നമുക്ക് അനുഗ്രഹം കിട്ടും. അത് പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് പോലും അല്ല. നിങ്ങൾ ദുഷ്ടനാണെങ്കിൽ അനുഗ്രഹം കിട്ടും എന്ന് പറയണ ആരാണ്? കർത്താവിൻ്റെ വചനത്തിലാണ് പറയണത്. നിങ്ങൾ ദുഷ്ടനാണെങ്കിലും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, ഒരു പ്രശ്നവുമില്ല. അനുഗ്രഹം കിട്ടണമല്ല വിഷയം ഇവിടെ. അത് എന്താണ് വിഷയമെന്ന് ഞാൻ പറയാം. അതൊക്കെ മുമ്പ് നമ്മൾ യോബിൻ്റെ പുസ്തകം 22:17 ഏറ്റു പറഞ്ഞു, അവർ ദൈവത്തോട് പറഞ്ഞു. ആരാണ്? ദുഷ്ടന്മാരുടെ കാര്യം പറയണേ. ഞങ്ങളെ വിട്ടകന്നു പോവുക, സർവശക്തന് ഞങ്ങളോട് എന്ത് ചെയ്യാൻ കഴിയും? ദൈവം എന്നാ ഒലത്തോന്ന് ചോദിക്കത്തില്ല, അതാണ് ചോദിക്കണത്. ഇങ്ങനെ ചോദിക്കണ മനുഷ്യരുണ്ട്. ബൈബിളിൽ അത് പറഞ്ഞിരിക്കണം നേരിട്ട്. ഇങ്ങനെ നമ്മുടെ സേവിക്കുക, പിന്നെ ഉടമ്പടി എടുത്ത് എന്നാ വലുതാനാ എന്ന് ചോദിക്കുന്ന അത് അങ്ങനെയുള്ളവരെ ബൈബിള് ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ പഠിക്കണം, വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ കൂട്ടത്തിൽ പഠിച്ചിരിക്കണം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 22:17 അവർ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങളെ വിട്ട് അകന്നു പോവുക, സർവശക്തന് ഞങ്ങളോട് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ 18-ാം വാക്യം എന്താ?
അങ്ങനെ പറഞ്ഞിട്ടും അവൻ ദുഷ്ടനാണെങ്കിലും ദൈവത്തെ തള്ളിപ്പറഞ്ഞെങ്കിലും എന്നിട്ടും അവിടുന്ന് അവരുടെ ഭവനങ്ങളെ നന്മകൾ കൊണ്ട് നിറച്ചു. ദിസ് ഈസ് ഗോഡ്. പിടികിട്ടിയ? അവൻ ദൈവത്തിന് എതിർത്ത് നിൽക്കുന്ന ആളാണ്. ദൈവത്തിനെ കൊണ്ട് എന്നാ കാണിക്കാനാണെന്ന് ചോദിക്കുന്ന ആളാണ്. എന്നിട്ട് പോലും അതുകൊണ്ടാണ് നമ്മളോർക്കണ പള്ളിയില്ല, പട്ടക്കാരനില്ല, ദുഃഖ വെള്ളിയാഴ്ച വരുമ്പോൾ പള്ളിയിൽ പോകാത്ത ആൾക്കാരെയൊക്കെ വലിയ കോടീശ്വരന്മാരായിട്ടും കാനഡയിൽ അവിടെയൊക്കെ പോയി 4 നേരം വീടൊക്കെ വെച്ച് 5 കാറും മേടിച്ച് നടക്കുന്ന പാർട്ടിയില്ലേ? എന്താ പ്രശ്നം? ഇതാണ് സംഭവം. ദൈവത്തിനെ തള്ളിപ്പറഞ്ഞാലും അതൊന്നും അനുഗ്രഹത്തിന് ബ്ലോക്ക് ചെയ്യണതല്ല. അതാണ് പറയണത്. അതായത് 22:17 അവർ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോവുക, സർവശക്തന് ഞങ്ങളോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നിട്ടും അവിടുന്ന് പറഞ്ഞ് എന്നിട്ടും ജോബ് 22:18 എന്നിട്ടും അവിടുന്ന് അവരുടെ ഭവനങ്ങളെ നന്മകൾ കൊണ്ട് നിറച്ചു. ഇതാണ് ഇതിനകത്ത് വരുന്ന വിഷയം. അതായത് ദുഷ്ടൻ്റെ ഇതാണ് ഈശോ 10:45 പറയണത്. മത്തായിയുടെ സുവിശേഷം എന്താ പറയണത്? ദുഷ്ടൻ്റെ മേലും ഞാൻ മഴ പെയ്യിപ്പിക്കും, ശിഷ്ടൻ്റെ മേലും ഞാൻ വെയിലുദിപ്പിക്കും. അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ബേസിലല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. പിന്നെ പ്രാർത്ഥനയുടെ ബേസ് എന്താണ്? കിട്ടണ അനുഭവം, കിട്ടണ അനുഗ്രഹമില്ലേ? നമുക്ക് എന്ത് കിട്ടിയാലും നമുക്കത് അനുഭവവേദ്യമാകണ്ടേ? അതാണ് പ്രശ്നം. അനുഭവമാണ് പ്രോബ്ലം, അനുഗ്രഹമല്ല വിഷയം. നിങ്ങൾ എന്ത് അനുഗ്രഹം കിട്ടിയാലും അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ സംരക്ഷണം വേണം. അതാണ് വിഷയം. എന്ത് അനുഗ്രഹിക്കണമെന്ന് അനുഗ്രഹം കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക പോലും വേണ്ട. അത് നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ദൈവം പറഞ്ഞതാണ്. പെരുകി വർദ്ധിക്കും, ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞതാണ്. ഇപ്പം മക്കളുണ്ടാകാനോ വിവാഹം കഴിക്കാനോ സ്ഥലം മേടിക്കാനോ ഒന്നും ആദ്യമേ കൊടുത്തിരിക്കുന്ന ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിലുള്ളതാണ് ഇതെല്ലാം. അത് ഏത് ജാതിക്കാരനായാലും ദുഷ്ടനായാലും നിരീശ്വരവാദിയായാലും ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ഒക്കെയാണ്, ഉറപ്പാണ്. പക്ഷെ എന്താണ് ഉറപ്പല്ലാത്തത്? അനുഭവിക്കാനുള്ള യോഗ്യത. അതാണ് ജോബ് 1:10 പറയണത്. ജോബ് 1:10 എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം അവനെ സംരക്ഷിച്ചു. എന്തിനാണ്? വെയിൽ കെട്ടി സംരക്ഷിച്ചു. എന്തിന്മേൽ? അവൻ്റെ വസ്തുവകകളുടെ മേൽ. അതാണ് സംരക്ഷണം. ആ സംരക്ഷണം എടുത്ത് മാറ്റിക്കഴിയുമ്പോൾ എന്ത് പറ്റും? സത്താൻ പറഞ്ഞത് അതാണ്, അവനെ ഞങ്ങൾ തകർത്ത് കളയും. പക്ഷേ ഒരു പണിയുണ്ട്, നീ ഇതിൻ്റെ വെയിലി ഒന്ന് പൊളിക്കാൻ അനുവാദം തന്നെ പറയും. ജോബ് 1:10. നീ അവനെ ചുറ്റും വെയിൽ കെട്ടി അവനെ സംരക്ഷിക്കുകയല്ലേ, അവൻ്റെ വസ്തുവകകൾ സംരക്ഷിക്കുകയല്ലേ. നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കളും സൗന്ദര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ദൈവം സംരക്ഷിക്കുന്നിടത്തോളം കാലം അത് നിൽക്കും. പക്ഷേ സംരക്ഷിക്കണില്ലെങ്കിലോ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കോസ്മെറ്റിക് ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പം ഞാൻ ഇസ്രയേലിൽ ചെന്നപ്പോൾ അവിടുത്തെ മദാമമാരൊക്കെ അവിടെ യൂറോപ്പിൽ നിന്ന് വന്ന മദാമമാർ നമ്മുടെ ചാവുകടൻ്റെ അടുത്ത് പോയി അവിടുത്തെ ചെളി വാരി തേച്ച് ഇങ്ങനെ പിശാചിനെ പോലെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ ചെളിയുടെ അകത്തൊക്കെ കോസ്മെറ്റിക്സ് ഉണ്ടെന്നാണ് പറയണത്. അതായത് ഈ തൊലിയൊക്കെ മിനുസം വരണ കോസ്മെറ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ജീവിതകാലം മുഴുവൻ ഇത് വരച്ചത് തേച്ച് നിന്നാൽ മതിയല്ല, വേറെ പ്രസവമൊന്നുമില്ല. കാര്യം ഓരോ മനുഷ്യൻ പെടുന്ന പാടില്ലേ. പക്ഷേ എങ്ങനെ പാടുപെട്ടാലും ആ സമയമാകുമ്പോൾ ഇപ്പം നമ്മൾ കുഞ്ഞുനാൾ മുതലേ കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നവരില്ലേ. ഞാനൊരു വീഡിയോ വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ച് അമ്മ ഓരോ അവളുടെ കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് കാണിച്ച കൂട്ടത്തിൽ അവളുടെ പ്രൈവറ്റ് അലമാരി തുറന്നപ്പോൾ അവിടെ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ വേണ്ടി തുറന്നതാണ്. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് അല്ല ഇതിൻ്റെ തിരിക്കണത്. സർട്ടിഫിക്കറ്റ് കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാത്തിലും ഓരോ തരത്തിലുള്ള ഫേസ് ക്രീംസ് ഇരിക്കുകയാണ്, എല്ലാ തരത്തിലും, എല്ലാ വിഷയം. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ തന്നെയൊക്കെ അവരെ പഠിപ്പിച്ചുകൊണ്ട് വരണതാണ്. അമ്മ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ഓവറായിട്ടുള്ള ആളാണ്. പക്ഷേ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ ബോഡി താങ്ങത്തില്ല, കെമിക്കലല്ലേ സാധനം മുഴുവനും. അതുകൊണ്ട് നമ്മൾ 40 വയസ്സാകുമ്പോൾ ഒരു 90 വയസ്സിന് ലുക്ക് ഉണ്ടാകും. പിന്നെ നമ്മൾ ഇതിൻ്റെ പുറകെ ഇവരുടെ കമ്പനിക്കാരുടെ അടിമയായിട്ട് നടക്കേണ്ടി വരും. ബ്യൂട്ടീഷ്യൻസൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വഴക്കൊന്നും പറയരുത് കേട്ടോ, ഞാൻ ചുമ്മാ ഒന്ന് കണ്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്നുവെച്ചാൽ ഓവറായിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുതെന്നാണ് ഞാൻ പറയണത്. കാര്യം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ, അതായത് ഈ പ്രൊട്ടക്ഷൻ ഈ സമ്പത്തിന് ഇതുപോലെ തന്നെ സംഭവം വരുന്നത്. അതായത് നിങ്ങൾക്ക് സമ്പത്തുണ്ടാകാം, പക്ഷെ ഒരു മനുഷ്യനെ അത് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? സമ്പത്തുണ്ടാകാം, പക്ഷെ അനുഭവിക്കാൻ പറ്റണില്ല. കുട്ടികളുണ്ടാകാം, അനുഭവിക്കാൻ പറ്റണില്ല. കുട്ടികളുണ്ടാകുകയെ, പക്ഷേ കുട്ടികളെ കൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാ അസമാധാനമായി അനുഭവിക്കണം പലരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സാക്ഷ്യം എന്താണ്? ഒരു മകനുണ്ട്, വണ്ടി ഇടിച്ച് മരിച്ചു. അവർക്ക് മകനുണ്ട്,
21 വയസ്സുള്ള മകൻ. ഞാൻ എല്ലാ ദിവസവും ഇത് പറയുന്നുണ്ട്, കാര്യം ഈ സാക്ഷ്യം നല്ലൊരു സാക്ഷ്യമായത് കാരണം ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങൾ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം അവർക്ക് 54-55 വയസ്സുണ്ട്. അപ്പോൾ 55-ാമത്തെ വയസ്സിൽ 54-ാമത്തെ വയസ്സിൽ ഇവരുടെ മകൻ 21 വയസ്സുള്ള മകൻ വണ്ടി ഇടിച്ച് മരിച്ചു. അപ്പം അതിൻ്റെ സങ്കടവും സഹിക്കാൻ പറ്റത്തില്ല. ഇനി അവർ ഒരു മകനേ ഉള്ളൂ. എന്തായിരിക്കും? അവർ പറഞ്ഞ് ഭ്രാന്ത് പിടിച്ചു പോയെന്ന് പറഞ്ഞു. ഭ്രാന്ത് പിടിച്ചു പോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ത് പിടിച്ചു പോയെങ്കിലും ഇവർ ഈ ഭർത്താവും ഭാര്യയും ഒരു കാര്യം അവരുടെ സാക്ഷ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ മകൻ ഒന്നിലൊരു മകനാണെങ്കിലും വണ്ടി ഇടിച്ച് മരിച്ചാണെങ്കിലും അവിടെ ജീവിതത്തിൽ വരെ മക്കളില്ലെങ്കിലും അവർ അതിനെ ഓർത്ത് ജീവിതകാലം മുഴുവൻ നരകിച്ച് ഓർത്ത് മരിക്കേണ്ട ആളാണെങ്കിൽ പോലും ഇവരൊരു കാര്യം ചെയ്തു. എന്താണ്? അവരുടെ പ്രാർത്ഥന പോയില്ല. അതാണ് സംഭവം. അവർ 1 മണി വരെ നിന്ന് പ്രാർത്ഥിക്കും, ഭാര്യയും കൂടി. അതാ സാക്ഷ്യം ഞാൻ രണ്ടാമത് ഇട്ടിട്ടുണ്ട്, അത് വീണ്ടും ഇട്ടിട്ടുണ്ട്. 55 വയസ്സുള്ള സാക്ഷ്യം, 55 വയസ്സുള്ളവർക്ക്. പക്ഷേ അവർക്ക് ഇങ്ങനെ 1 മണി വരെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, വിഷമിക്കേണ്ട, നീ ഒന്നുകൂടി പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി പറഞ്ഞു. 54-ാമത്തെ വയസ്സിലേ ഒന്നുകൂടി പ്രഗ്നൻ്റ് ആകാൻ. അവർ കൊച്ചു ജനിക്കണമെങ്കിൽ 60 വയസ്സിൽ വലിയമ്മച്ചിക്ക് അമ്മാമ്മയുടെ പ്രായമുള്ളപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടും. അതെന്ത് വർക്കൗട്ട് ചെയ്യാത്ത കണ്ടീഷനാണത്. പക്ഷേ എങ്കിലും അവർ പ്രാർത്ഥനയെ തോന്നിച്ചതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ പിറ്റേ ദിവസം ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞത്, എന്ത് ഭ്രാന്താണ് ഈ കാണിക്കാൻ പോണത്? ആപ്പാടെ ഇപ്പം തന്നെ ഒരു മകൻ 21-ാം വയസ്സിൽ മരിച്ചിട്ട് അതിൻ്റെ സങ്കടം താങ്ങാൻ നിങ്ങൾക്ക് പറ്റണില്ല. ഇനി ഈ ഒട്ടിസമൊക്കെ പിടിച്ചൊരു കൊച്ചായിരിക്കും വരാൻ പോണത്. എന്താ കാര്യം? 54-ാം വയസ്സിലല്ലേ, അപ്പോൾ പ്രസവിക്കുമ്പോൾ 55 വയസ്സ് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ അവന് വല്ല ഡൗൺ സിൻഡ്രോമോ വല്ലതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇരട്ടി സങ്കടമാകും എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടൊന്നും അത് ട്രൈ ചെയ്യേണ്ട, അത് വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോഴവർക്ക് തോന്നി, രാത്രി 1 മണിക്ക് പ്രാർത്ഥിച്ചപ്പോഴല്ലേ വീണ്ടും പ്രഗ്നൻ്റ് ആകാൻ ഈശോ പറഞ്ഞത്. അപ്പോൾ രണ്ടുപേരും കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഉടനെ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ വന്ന്, തൃശ്ശൂർക്കാരാ, ആലപ്പുഴ വന്ന് ഉടമ്പടി ചെയ്യാമെന്ന് പറഞ്ഞു. ഉടമ്പടി ചെയ്യാൻ വേണ്ടി അവർ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യാൻ, അമ്മേ ഒരു കുഞ്ഞിന് വേണ്ടി ഉടമ്പടി ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി, ഒരു കുഞ്ഞെന്നും പറഞ്ഞ് ഉടമ്പടി എഴുതി. ഉടമ്പടി ചെയ്ത് ഇവർ ഇറങ്ങി. ഇവിടുന്ന് ഇവർ ചേർത്തല ചെന്നപ്പോൾ തന്നെ ഇവർ ഡോക്ടർ വിളിച്ച്, എന്തോ ഒരു മിറക്കിൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ഡോക്ടറെ? അല്ല, നിങ്ങളുടെ സ്കാൻ ചെയ്ത ഗർഭപാത്രമൊക്കെ ആൾ സ്കാൻ ചെയ്തായിരുന്നേ. ആ സ്കാനിങ്ങിൽ അപ്പം കണ്ട വടുക്കളല്ല ഇപ്പം കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഗർഭപാത്രം യൗവനം പ്രാപിച്ചിരിക്കുകയാണ്. അത് 35 വയസ്സുകാരുടേതായിട്ട് മാറിയെന്ന്. ഒരു ഉടമ്പടി കൊണ്ടുണ്ടാകുന്ന വിഷയം കണ്ടില്ലേ? രാവിലെ സ്കാൻ ചെയ്ത് ഇത് എന്ത് മിറക്കിളാന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റണില്ല. സ്കാൻ ചെയ്തപ്പോൾ ഇത് ഭയങ്കര പ്രാകൃതമായ ഗർഭപാത്രമാണ്, ഇതിനകത്തൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ ആൾ പറയുകയാണ്, ഇത് ചേഞ്ച് ചെയ്തല്ല, മിറക്കിൾ സംഭവിച്ചല്ല, 35 വയസ്സുകാരത്തിലെ ഗർഭപാത്രം പോലെ ചേഞ്ച് ചെയ്തല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എപ്പം വരാൻ പറഞ്ഞ്. അവരവിടെ ചെന്നു, ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടി. അതിനുശേഷം ഇവർ നാച്ചുറലായിട്ട് തന്നെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഡോക്ടർ പിന്നെയും പറയും, സ്കാൻ ചെയ്ത് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയും, റിസ്ക് ആണെന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇവർ പറയും, റിസ്ക് അല്ല ഡോക്ടറെ. എന്താണ്? അമ്മ തന്ന കുഞ്ഞല്ലേ, റിസ്ക് ആർക്കാണ്? നമുക്ക് റിസ്ക് ഇല്ലല്ലോ. ആർക്കാണ് റിസ്ക്? അമ്മയ്ക്കല്ലേ റിസ്ക്. അതാണ് അവരുടെ വിശ്വാസം. അടിപൊളി ഒരു കൊച്ച്. ആ സാക്ഷി, അതായത് അതിനെ കൊണ്ടുവന്ന് അപ്പനും അമ്മയും കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം, കുഞ്ഞിനെ കൊണ്ടും സാക്ഷ്യം പറഞ്ഞു. അപ്പം ഞാൻ ഓർക്കിയിരുന്നേ, കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറഞ്ഞപ്പോൾ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയാമോ? പെട്ടെന്ന് വേറൊരു സങ്കീർത്തനം. നമ്മുടെ ഈ ബൈബിളിലുള്ളൊരു പ്രത്യേകത, ബൈബിള് എന്ന് പറയുന്നത് വാഗ്ദാനമാണ്. ഇതിൻ്റെ പേര് തന്നെ വാഗ്ദാനത്തിൻ്റെ പുസ്തകം എന്നാണ്. മറിയത്തിനെ നമ്മൾ വിളിക്കുന്നത് വാഗ്ദാനത്തിൻ്റെ പേടകമെന്നാണ്. എന്ന് വെച്ചാൽ ദൈവം ഒരു മനുഷ്യൻ നശിച്ചു പോകുമ്പോൾ ഏതവസ്ഥയിലും അവനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള മുഴുവൻ സംവിധാനത്തിൻ്റെ പേരാണ് വാഗ്ദാനമെന്ന്. ദൈവം വാക്കിൽ ദാനം വെച്ച് തന്നിരിക്കുന്നത്. ഈ ദാനം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ മെയിൻ്റനൻസിനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമാണ് ദാനം. ഇവരെന്നാ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സന്തോഷിച്ചല്ലേ ഇവർ സാക്ഷ്യം പറയണത്. ഇവരുടെ വിഷയം എന്താണ്? ഇവർക്ക് പഴയ കുഞ്ഞിനെ അനുഭവിക്കാൻ പറ്റാഞ്ഞാണ് ഇവരുടെ പ്രശ്നം. അവൻ 21 വയസ്സ് വരെ ജീവിച്ചപ്പോൾ അവന് അനുഭവിക്കാൻ പറ്റിയില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അനുഗ്രഹം കിട്ടുന്നതല്ല പ്രശ്നം, അനുഭവിക്കാൻ പറ്റണം. ആ കൊച്ചിനെ കിട്ടിയില്ലേ, 21 വയസ്സ് വരെ വളർത്തിയില്ലേ, പക്ഷേ ആ വണ്ടി ഇടിച്ച് മരിച്ചില്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? അനുഭവിക്കാൻ അതിന് യോഗ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അനുഗ്രഹമല്ല ചോദിക്കേണ്ടത്, കിട്ടണ അനുഗ്രഹം അനുഭവിക്കാനുള്ള യോഗ്യത. അതിനാണ് ജോബ് പറയണത്, അവൻ്റെ സമ്പത്തിന് ചുറ്റും
സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടണം. ഈ കൊടുത്ത പോയിന്റ് പിടികിട്ടിയോ? സമ്പത്തുണ്ടാകാം, പക്ഷെ ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടണം. ദൈവത്തിൻ്റെ സംരക്ഷണം സമ്പത്തിന് കിട്ടണമെങ്കിലേ ദൈവം പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. 16:20 എന്താ പറയണത്? കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചെന്ന്. കർത്താവ് നിൻ്റെ സമ്പത്ത് നിനക്കുണ്ട്, പക്ഷെ കർത്താവ് നിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നിൻ്റെ സമ്പത്ത് നിനക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. അതല്ലേ ഇപ്പോൾ കാണും ചില ആൾക്കാരൊക്കെ കോടിക്കണക്കിന് പലിശ വാങ്ങിച്ച ആൾ എന്തുകൊണ്ടാണ് ഡൽഹിയിൽ പോയി മോളിൽ നിന്ന് ചാടിച്ചത്തത്? അനുഭവിക്കാൻ യോഗ്യ സമ്പത്ത് ഉണ്ടായിട്ട് കാര്യമില്ല. അവനേത് വേന്ദ്രനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണം, ദൈവത്തിൻ്റെ അനുഗ്രഹവും അത് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകണം. അതുപോലെ തന്നെ ഇവർക്ക് ആദ്യത്തെ കുഞ്ഞിന് സംരക്ഷണം കിട്ടിയില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വണ്ടിയുടെ സംരക്ഷണം കിട്ടുക. അതായത് ചില മക്കൾ ദൈവത്തിൻ്റെ ഏതെങ്കിലും വഴികളിൽ നമുക്ക് ഏതെങ്കിലും കാലത്ത് ദൈവത്തെ മറന്നാൽ നമുക്ക് മക്കളുടെ സംരക്ഷണം പോകും. ഈ ലവ് ജിഹാദൊക്കെ അങ്ങനെ വരണതാണ്. മക്കൾ വണ്ടി ഇടിച്ച് മരിക്കും തന്നെ കർത്താവിൻ്റെ വചനത്തിലുണ്ട്. സംരക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് മക്കൾ അപകടപ്പെട്ട് മരിക്കും. 65:24 ശ്രുതികടെ ഹല്ലേലൂയ. അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. വചനം പറഞ്ഞോളൂ. 65:23 യെശയ്യാ 65:23 അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇടയാവുകയില്ലെന്ന് പറഞ്ഞാൽ ആർക്കാണെന്നറിയാവോ? അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി അഭിഷേകം കിട്ടി. അനുഗ്രഹം കിട്ടി മാത്രം കാര്യമില്ല. നിങ്ങളിപ്പോൾ മക്കളെ കിട്ടണം അല്ലെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങി ചാവുമെന്നൊക്കെ പറഞ്ഞ് നടക്കണില്ലേ? മക്കളെ കിട്ടണമെന്നല്ല പറയണത്. ചില ആൾക്കാർ പ്രഗ്നൻ്റ് ആയാൽ പിന്നെ പള്ളിപ്പോലും പോകത്തില്ല. പിന്നെ എങ്ങനെ സംരക്ഷണം കിട്ടണം? ഇവിടുത്തെ പ്രശ്നം അതല്ലേ. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ വകുപ്പിൽ ഈ പെരുമ്പാമ്പ് കിടക്കണ പോലെ വീട്ടിൽ മലന്ന് കിടക്കണ ചുരുണ്ടുകൂടി കിടക്കണ കാരണം പള്ളിയുമില്ല, പട്ടക്കാരനുമില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. അതിന് അവളെ എല്ലാവരും ശുശ്രൂഷിച്ച് ഈ വെണ്ണപ്പാളി പോലെ ഇരുന്ന ആളെ ശുശ്രൂഷിച്ച് അവസാനം പ്രസവിക്കും. ആ പ്രസവിക്കുന്ന കൊച്ചിന് എങ്ങനെ സംരക്ഷണം കിട്ടും? അതാണ് ഈ ഐസയ വചനം അറിയാത്തതുകൊണ്ട് സംഭവിക്കണതല്ലേ. നിങ്ങളെന്താ ചെയ്യേണ്ടത്? വചനം ഇപ്പോഴത്തെ ചെറുപ്പക്കാരായിട്ടുള്ള മക്കളെന്താ ചെയ്യണത്? അവർ വചനം അറിയാവുന്നത് എന്താ ചെയ്യണത്? അവർ 90-ാം സങ്കീർത്തനം 91-ാം സങ്കീർത്തനമൊക്കെ ഈ പ്രകടനാകണ സമയം മുതൽ വയറ്റ് കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്ന് പറയാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളെനിക്കറിയാം. അതായത് അവർ പറയും, കർത്താവ് നീ തന്ന കുഞ്ഞാണ്, നീ തന്നെ വളർത്തണം, നിൻ്റെ കുഞ്ഞാണ് എന്ന് പറയും. നിൻ്റെ കുഞ്ഞാണെന്ന് പറയുമ്പോഴാണ് ദൈവ സംരക്ഷണം നമുക്ക് ലഭിക്കണത്. അല്ലാതെ നമ്മൾ എൻ്റേതാണെന്ന് എപ്പോഴെങ്കിലും നീ എന്തെങ്കിലും കാര്യം എൻ്റേതാണെന്ന് പറഞ്ഞു പോയാൽ, എൻ്റെ വിദ്യാഭ്യാസം ഞാനാണ് പഠിച്ചത്, എനിക്കാണ് ബുദ്ധി, എൻ്റെ ബുദ്ധി കൊണ്ടാണ് ഞാൻ മൊഡ്യൂൾസിലെല്ലാം പാസ്സായത്, എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ ജർമ്മനി പോയതെന്നൊക്കെ പറഞ്ഞാൽ സംരക്ഷണം പോകും. നിങ്ങളാണ് നിങ്ങളുടെ സംരക്ഷണം കളയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരം കാണിക്കുമ്പോഴാണ് സംരക്ഷണം പോണത്. മറിച്ച് സംരക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ എളിമപ്പെടണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ അനുഗ്രഹം ഇപ്പോൾ 1 Petrus 3:9 എന്താ പറയണത്? 1 Petrus 3:9 അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേ. അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ അനുഗ്രഹം നമുക്ക് അവകാശമായിട്ട് കിട്ടാം. പക്ഷെ ചില അവകാശങ്ങൾ നമുക്ക് അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. ചില അനുഗ്രഹങ്ങൾ നമുക്ക് അനുഗ്രഹങ്ങളെല്ലാം അവകാശങ്ങളാണ്, പക്ഷേ ചില അവകാശം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. അവകാശമായിരിക്കും. അതാണ് കർത്താവ് ധൂർത്തപുത്രൻ്റെ കഥ പറയണത്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. 2 പേർക്കും ഇളയ മകൻ അവനോട് പറഞ്ഞു, എൻ്റെ അനുഗ്രഹം, എൻ്റെ അവകാശം ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്ത്? അവൻ കൊടുത്തപ്പോൾ നാട്ടിൽ നിന്നില്ല. അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയി. ദൈവത്തിന് അവകാശം കൊടുത്തവൻ്റെ അവകാശം മേടിച്ചുകൊണ്ട് അപ്പനെ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ പോയി കഴിയുമ്പോൾ പിന്നെ സംഭവിക്കണം എന്താണ്? തുണിയില്ലാണ്ട് അവൻ തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. നിൻ്റെ അവകാശം നീ നേടും, പക്ഷേ നീ അവസാനം ഗതികെട്ടവളായി തിരിച്ചു വരും. ദൈവത്തെ മറന്നാൽ. മൂത്ത മകൻ ദൈവത്തെ മറന്നില്ല. എന്ത് അവകാശം നിനക്ക് കിട്ടും, എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം തരും, പക്ഷെ തന്നതിന് ശേഷം നീ ദൈവത്തെ മറക്കരുത്. അവിടെയാണ് ആൾക്കാർക്ക് പറ്റണത്. അനുഭവിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞത് അതാണ്. അവർ വീടുകൾ വെക്കും, അത് താമസിക്കും. കണ്ടവൻ വന്നാൽ വീട്ടിൽ താമസിക്കത്തില്ലെന്ന്. അത് ഐസയുടെ വചനമാണ്. ഐസയ 65 വചനമാണ്. 21, 22. അവർ വീടുകൾ വെക്കും, അതിൽ താമസിക്കും. മറ്റ് അന്യന്മാർ വന്ന് അതിൽ താമസിക്കത്തില്ല. നിങ്ങൾ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം വീട് തരും. പക്ഷെ നാളെ ജപ്തി ചെയ്ത് പോയാലോ?
അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്താലോ കടവും വന്ന് താമസിക്കത്തില്ലേ? വീട് വെച്ചിട്ടെന്ത് കാര്യം? അനുഭവിക്കാൻ യോഗ്യത വേണ്ടേ? വീട് വെക്കണതല്ല പ്രശ്നം, അനുഭവിക്കാൻ യോഗ്യതയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്ന് നമ്മൾ അധ്വാനിക്കണം. അതാണ് കർത്താവ് പറയണത്, എന്നോട് കൂടെ ശേഖരിക്കണം, എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൂടെ എല്ലാ നീ അനുഭവമോ, ദൈവത്തിൻ്റെ കൂടെ എല്ലാ നീ അനുഗ്രഹമോ, ദൈവത്തിൻ്റെ കൂടെ എല്ലാ നീ അവകാശവും നേടിയാൽ അനുഭവിക്കാൻ പറ്റാത്തവനെ മാറുന്നെങ്കിൽ, ഒരു അനുഗ്രഹം അനുഭവിക്കണമെങ്കിൽ, ഒരു അവകാശം അനുഭവിക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കൂടെ ചേരണം. അതായത് നിൻ്റെ സമ്പത്തിൻ്റെ മേലെ, നിൻ്റെ കഴിവിൻ്റെ മേലെ, നിൻ്റെ ഉദ്യോഗത്തിൻ്റെ മേലെ, നിൻ്റെ സൗന്ദര്യത്തിൻ്റെ മേലെ, നിൻ്റെ ആരോഗ്യത്തിൻ്റെ മേലെ, നിൻ്റെ ബിസിനസ്സിൻ്റെ മേലെ ദൈവത്തിന് കൂടി ഒരു പങ്കുണ്ടാകണം, ദൈവത്തിൻ്റെ കൂടി ഒരു ഷെയർ ഉണ്ടാകണം. ദൈവത്തിൻ്റെ നിൻ്റെയും പേരിലായിരിക്കണം ദൈവപൈതലെ നിൻ്റെ അനുഗ്രഹമെന്ന് കർത്താവ് ധൂത്തപുത്രൻ്റെ മൂത്ത കഥ പറയുമ്പോൾ പറയുന്നുണ്ട്. മൂത്തവനെക്കുറിച്ച് പറയുന്നതാണ്, അവന് അവകാശമുണ്ട്. എൻ്റെ മകനെ എന്നല്ലേ വിളിക്കണം, എൻ്റെ മകനെ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന് പറയുമ്പോൾ അവന് ഉള്ളതാണ് മൂത്തവനെയാണ്. പക്ഷേ അത് ഒരു കുരു അരി പോലും നഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം എന്താണ്? അപ്പന് കൂടി അതിൻ്റെ അപ്പോഴും പങ്കുണ്ട്. നിൻ്റെ ഐശ്വര്യത്തിൽ, നിൻ്റെ അനുഗ്രഹത്തിൽ, നിൻ്റെ അവകാശത്തിൽ, നിൻ്റെ അനുഗ്രഹത്തിൽ ദൈവപൈതലെ ദൈവത്തിന് കൂടി പങ്കുണ്ടായിക്കഴിഞ്ഞാൽ അതിന് സംരക്ഷണമായി, അതിന് വേലിയായി അത് നീ അനുഭവിക്കുക ചെയ്യും. അങ്ങനെ ഉടമ്പടി നിന്നെ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ വലിയൊരു കാലഘട്ടം നിൻ്റെ ജീവിതം തുടങ്ങുകയാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.